ടെക്നിക്കൽ അനാലിസിസ് സീരീസ് പാഠം 15. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് മറ്റൊരു ബ്ലൈൻഡ് ഓപ്ഷൻ സ്ട്രാറ്റജി ഇൻ നിഫ്റ്റി. ബ്ലൈൻഡ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഓപ്ഷൻ ബയേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻട്രാഡേ സ്ട്രാറ്റജിയാണ്. നമ്മൾ ഓൾറെഡി നിഫ്റ്റിയിലെ ഒരു ബ്ലൈൻഡ് സ്ട്രാറ്റജി ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നിഫ്റ്റിയിലെ ബ്ലൈൻഡ് സ്ട്രാറ്റജി ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള സ്ട്രാറ്റജിയുടെ ഒരു അതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ബ്ലൈൻഡ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ തംബ്നെയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ചാർട്ട് അനാലിസിസ് ഒന്നും ആവശ്യമില്ല, ഒരു ഇൻഡിക്കേറ്റേഴ്സും ആവശ്യമില്ല. ഇതൊന്നും ആവശ്യമില്ലാതെ കണ്ണും പൂട്ടി ട്രേഡ് എടുക്കാമെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ബ്ലൈൻഡ് സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജി ഞങ്ങളിവിടെ കഴിഞ്ഞൊരു 1-2 മാസമായിട്ട് റൺ ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്ക് വീഡിയോയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് 2-3 ഇയേഴ്സിന്റെ ബാക്ക് ടെസ്റ്റ് റിസൾട്ട് കാണിക്കാം. ആൻഡ് നമ്മൾ ഇടുന്ന ക്യാപിറ്റലിന്റെ അഗെയിൻസ്റ്റ് റിട്ടേൺ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 700-800% റിട്ടേൺ മുൻ കഴിഞ്ഞ വർഷങ്ങളിൽ തന്നിട്ടുണ്ട്. നോട്ട് ചെയ്യുക, മുൻ വർഷങ്ങളിൽ തന്നിട്ടുണ്ട്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അല്ല. ആൻഡ് നിങ്ങൾക്കറിയാം, സെബി രജിസ്റ്റേർഡ് ആണെങ്കിൽ കൂടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു റിട്ടേണും ആർക്കും ഗ്യാരണ്ടി ചെയ്യാൻ പാടില്ല. സോ മുന്നോട്ടുള്ള സ്ട്രാറ്റജിയുടെ യാത്ര പ്യൂർലി മാർക്കറ്റ് കണ്ടീഷൻ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ബട്ട് നമുക്ക് അങ്ങനെ പ്രവചിക്കാനൊന്നും പറ്റില്ല. നമുക്ക് ആകെ ഒരു ഓപ്ഷൻ ഉള്ളത് പഴയ കൊല്ലങ്ങളുടെ ഡേറ്റ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാശ് കൊണ്ടോ അല്ലെങ്കിൽ പേപ്പർ ട്രേഡ് ആയിട്ടോ വരുന്ന 1-2 മാസം ട്രേഡ് എടുത്തും ടെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഈ രണ്ട് ടെസ്റ്റ് ചെയ്ത രീതികളുടെയും റിസൾട്ടും ഞാൻ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ കാണിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിന്റെ ഇപ്പോൾ ഒരു ഓപ്ഷൻ ബയറെ സംബന്ധിച്ച് ഒരു ലോട്ട് മേടിക്കാൻ 3000 to 5000 രൂപ മതി. നിഫ്റ്റിയിൽ ഒരു ലോട്ട് മേടിക്കാനായിട്ട് 3000 to 5000 rupees മതി. അങ്ങനെ നോക്കുകയാണെങ്കിൽ, അതുകൊണ്ട് ഞാൻ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിന് അഗെയിൻസ്റ്റ് റിട്ടേൺ നോക്കി കഴിഞ്ഞാൽ 700-800% വരെയൊക്കെ റിട്ടേൺ തന്നിട്ടുള്ള പാസ്റ്റ് വർഷങ്ങളിൽ തന്നിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ബട്ട് ഇങ്ങനെ ഒരു റിട്ടേൺ നോക്കുന്നത് ശരിയല്ല. എന്തുകൊണ്ടാ? നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഓപ്ഷൻ ബയർ കയ്യിലുള്ള പൈസ കൊണ്ട് മൊത്തം ഓപ്ഷൻ ബൈ ചെയ്യുന്ന ഒരാളല്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് അറിയാം 5000 രൂപ കൊണ്ട് ഒരു ലോട്ട് കിട്ടുന്നു. അപ്പൊ നിങ്ങളുടെ അടുത്ത് 50,000 രൂപ ഉണ്ടെങ്കിൽ ആ ഫുൾ എമൗണ്ടും വെച്ച് 10 ലോട്ടൊക്കെ മേടിക്കാമോ? പാടില്ല. എപ്പോഴും നമ്മൾ ഓപ്ഷൻ ബയേഴ്സിനോട് സജസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ഇപ്പം ലൈവ് ട്രേഡ് ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട്, നിങ്ങൾക്ക് അറിയാം. ഈ ഗ്രൂപ്പുകളിലുള്ള മെമ്പേഴ്സിനോട് എപ്പോഴും പറയുന്നതാണ്, ഒരു ലോട്ട് ഓപ്ഷൻ ബൈ ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 30,000-50,000 ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു ലോട്ട് മേടിക്കാൻ 5000 മതി. പക്ഷെ അങ്ങനെ നമ്മൾ 5000 രൂപ കൊണ്ട് ഒരു ലോട്ട് മേടിക്കുന്ന രീതി നമുക്കില്ല. നമ്മൾ എങ്ങനെ മേടിക്കാറ്? 30,000 മുതൽ 50,000 ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ലോട്ട്, അപ്പോൾ 1 ലക്ഷം ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്ത് 2 ലോട്ട്, അങ്ങനെ 50,000 ഒരു ലോട്ട് എന്ന റേഷ്യോയിൽ എടുത്താൽ പോലും ഈ സ്ട്രാറ്റജിക്ക് 100% മുകളിൽ മുൻ കൊല്ലങ്ങളിൽ റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. സോ ഓൺ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ നോക്കി കഴിഞ്ഞാൽ 700%, അല്ല നിങ്ങളുടെ ആക്ച്വൽ ട്രേഡിംഗ് സ്റ്റൈലിൽ 30,000-50,000 പെർ ലോട്ടിന് യൂസ് ചെയ്താൽ തന്നെയും 100% മുകളിൽ ഓപ്ഷൻ ബയേഴ്സിന് ഒരു കൊല്ലം കൊണ്ട് റിട്ടേൺ തന്നിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ലെറ്റ്സ് സീ, നമുക്ക് ഈ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾ കാണുന്ന ദിവസം തൊട്ട് നെക്സ്റ്റ് ഒരു 20-30 ദിവസം പേപ്പർ ട്രേഡ് ആണോ അല്ലെങ്കിൽ ഒരു ലോട്ട് ട്രേഡ് ചെയ്യാം. ഈവൻ നമ്മൾ ചെറിയ SL ആണ് കീപ്പ് ചെയ്യുന്നുള്ളൂ. ലെസ് ദാൻ 1000 rupees SL ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. സോ നെക്സ്റ്റ് 20-21 ഡേയ്സിലേക്ക് നിങ്ങൾ ഒരു ലോട്ട് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി. സോ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ബ്ലൈൻഡ് സ്ട്രാറ്റജി ഇൻ നിഫ്റ്റി വേർഷൻ 2. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആസ് യൂഷ്വൽ ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് മിഥുൻ. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ബ്ലൈൻഡ് സ്ട്രാറ്റജി ഇൻ നിഫ്റ്റി വേർഷൻ 2. സോ ഈ വീഡിയോ കണ്ടു കൊടുക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഫസ്റ്റ് ചോദ്യം ഇതാണ്, എന്തൊരു വേർഷൻ 2? വേർഷൻ 1 എന്ത് പറ്റി? അത് പരാജയപ്പെട്ടോ? നിങ്ങളുടെ ഹീറോ പരാജയപ്പെട്ടോ എന്ന് ചോദിക്കാം. ഒന്നുമില്ല, വേർഷൻ 1 ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു കാര്യം പറയാൻ പറ്റൂ, നമ്മൾ ബ്ലൈൻഡ് സ്ട്രാറ്റജി ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് സ്ട്രൈക്ക് വാച്ച് ചെയ്യുകയോ സെലക്ട് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട, ഒരൊറ്റ ക്ലിക്കിൽ ട്രേഡ് ചെയ്യാം. നിങ്ങൾക്കറിയാം, നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഒരു സിംഗിൾ ക്ലിക്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. ആ ഫെസിലിറ്റിയും ലൈവ് ആണ്. ആൻഡ് ഇപ്പൊ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന സ്ട്രാറ്റജിയും സെയിം മൊബൈൽ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ പറയുന്ന സ്ട്രാറ്റജി സിമ്പിൾ ആയിട്ട് ഒരൊറ്റ ക്ലിക്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒറ്റ ക്ലിക്കിൽ നമ്മൾ മൊബൈൽ ആപ്പിൽ ട്രേഡ് ചെയ്യാനുള്ള ഡെമോ ഒക്കെ ഞാൻ കാണിച്ചു തരാം. തൽക്കാലം നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തരാം. എന്തിനാണ് ഇങ്ങനെ അപ്ഡേറ്റഡ് വേർഷൻ? പഴയ സ്ട്രാറ്റജിക്ക് എന്ത് പറ്റി? ഇതൊരു ഓപ്ഷൻ ബൈയിങ് സ്ട്രാറ്റജി ആയതുകൊണ്ട് തന്നെ വിക്സ് എന്നുള്ള കണ്ടീഷന് ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വിക്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, വോളറ്റിലിറ്റി ആണ്. മാർക്കറ്റിൽ നല്ല വോളറ്റിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഓപ്ഷൻ ബയർക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുള്ളൂ. നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യമാണ്. സോ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാം, വിക്സ് വളരെ ലോ ആണ്. ലെസ് ദാൻ 10 ഒക്കെ വന്നിരിക്കുകയാണ്. ഐ മീൻ 10-12 എന്നുള്ള റേഞ്ച് തന്നെയാണ് വിക്സ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ കേസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, വിക്സ് എപ്പോഴും 15 മുകളിലാണ് ആൻഡ് പലപ്പോഴും 20 മുകളിലാണ് വിക്സ് നിൽക്കാറ്. ഇപ്പം നേർപകുതിയായി വിക്സ്. ഞാൻ ചാർട്ടിലൂടെ തന്നെ കാണിച്ചു തരാം വിക്സിന്റെ ഒരു അവസ്ഥ. നിങ്ങൾക്ക് കാണാം, വിക്സ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 13-12 ഒക്കെ റേഞ്ചിലാണ്. ഇത് 5 minutes ചാർട്ട് ആണ്. ഞാൻ ലോങ് അവർ ചാർട്ട് എടുക്കാം. ഒരു 1 hour ചാർട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, വിക്സ് ഈ ഒരു പതറ്റിക് സോണിലാണ് നിൽക്കുക. നോക്കി, ഒരു 9-12 ഇടയിൽ നോക്കി, എത്ര നാളായി നോക്കി. 2023 ജൂലൈയിലെ കേസാണ്. അതിന് മുന്നോട്ട് പോയാലും തന്നെ അവസ്ഥ. ജൂലൈ, ഇവൻ മെയ്, മാർച്ച്, ഈ മാസങ്ങളിലൊക്കെ വിക്സ് ഈ ഒരു പറയുന്ന റേഞ്ചിലാണ് നിൽക്കുക. നോക്കിയാൽ നിങ്ങൾ ഒരു 9-12 റേഞ്ചിൽ, അതൊക്കെ ഒരു ലോ വിക്സ് ആണ്. ഇതല്ലെങ്കിൽ നമ്മൾ മുമ്പ് പഠിപ്പിച്ച നിഫ്റ്റിയിലേക്ക് ബ്ലൈൻഡ് സ്ട്രാറ്റജി വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? വിക്സ് 15 മുകളിൽ അല്ലെങ്കിൽ 20 മുകളിലൊക്കെ വിക്സ് വരുമ്പം ഹെവി റിട്ടേൺസ്, ഒരു മന്ത്ലി 60-70% ഒക്കെ വരെ, മന്ത്ലി 60-70% ഒക്കെ വരെ റിട്ടേൺ തന്നിട്ടുള്ള സ്ട്രാറ്റജിയാണ് ബ്ലൈൻഡ് സ്ട്രാറ്റജി. ബട്ട്
അൺഫോർച്ചുനേറ്റ്ലി വിക്സ് ഇങ്ങനെ താഴെ പോയപ്പോൾ നേർ പകുതിയായപ്പോൾ ആ സ്ട്രാറ്റജിയുടെ പെർഫോമൻസ് വളരെ കുറഞ്ഞു. പെർഫോമൻസ് കുറയാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ നഷ്ടം വന്നോ, നിങ്ങൾ ട്രേഡ് ചെയ്യരുത് എന്നുള്ള അർത്ഥമൊന്നുമില്ല. നിങ്ങൾ ഏത് സ്ട്രാറ്റജി ആണെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് ട്രേഡ് ചെയ്യുമ്പോഴാണ് എന്റെ റിസൾട്ട് വരിക. ഇത് സ്റ്റോക്ക് മാർക്കറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ലാഭവും നഷ്ടവും ഉണ്ടാവും. എല്ലാ മാസങ്ങളും ലാഭത്തിൽ പോകണമെന്നില്ല. ചില മാസങ്ങൾ നഷ്ടത്തിൽ വരാം ആൻഡ് ചില മാസങ്ങൾ ലാഭത്തിൽ വരാം. നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഒരു ആവറേജ് എന്ത് റിസൾട്ട് തന്നു എന്നുള്ളതാണ്. ഇന്ന് സംസാരിക്കേണ്ട കാര്യമില്ല, എങ്കിലും നമ്മൾ മുമ്പ് പഠിപ്പിച്ച ബ്ലൈൻഡ് സ്ട്രാറ്റജിയുടെ ഇതുവരെയുള്ള പെർഫോമൻസ് നോക്കാം. ഇതൊരു ബാക്ക് ടെസ്റ്റ് ഡേറ്റ ഒന്നുമല്ല, എന്റെ ട്രേഡിംഗ് റിസൾട്ട് ആണ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ബ്ലൈൻഡ് സ്ട്രാറ്റജി ചെയ്തിട്ട് 1-2 കൊല്ലമായി. സോ അന്ന് തൊട്ട് കഴിഞ്ഞ 1-2 കൊല്ലമായിട്ട് നമ്മൾ ലൈവ് ട്രേഡ് ചെയ്യുന്നുണ്ട് 1-2 ലോട്ട്. അതാണ് പലർക്കും പറ്റിയത്. ഈ സ്ട്രാറ്റജി വിക്സ് കൂടിയിരുന്നപ്പോൾ തുടക്കത്തെ മാസങ്ങളിൽ 50-40% റിട്ടേൺ തന്നപ്പം ആൾക്കാരെ ഓവർ ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യാൻ തുടങ്ങി. ഞാൻ തുടക്കം പറഞ്ഞ ടോപ്പിക് അവർ വിട്ടുപോയി. 30,000 മുതൽ 50,000 കീപ്പ് ചെയ്ത് ഒരു ലോട്ട് ചെയ്യുന്നതിന് പകരം 50,000 വെച്ച് 10 ലോട്ട് ചെയ്തു. സോ ഇങ്ങനെയുള്ളവർക്കാണ് മാസീവ് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളൂ. നമ്മൾ എപ്പോഴും ആ ട്രേഡിംഗ് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ ഞാൻ ചെയ്യുന്ന പോലെ ഞാൻ ഒരു 2 to 3 lakhs മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ലോട്ട് മാത്രമാണ് ട്രൈ ചെയ്തത്. ഞാൻ ഒരിക്കലും ക്വാണ്ടിറ്റി കൂട്ടാനോ ഓവർ ട്രേഡ് ചെയ്യാനോ ഒന്നും നിന്നിട്ടില്ല. ഈ ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജിക്ക് അല്ലെങ്കിൽ ഈ ആൽഗോന് വേണ്ടി ഞാൻ ഡിപ്ലോയ് ചെയ്ത ക്യാപിറ്റൽ എനിക്ക് തോന്നുന്നു 3.5 lakhs ആയിരുന്നു. സ്റ്റിൽ അതുണ്ട്. അതിന്റെ കഴിഞ്ഞ 1-2 കൊല്ലത്തെ അല്ലെങ്കിൽ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് കഴിഞ്ഞ ഡിസംബർ വരെയുള്ള സമ്മറൈസ് ചെയ്ത ഡേറ്റ. സോ നിങ്ങൾക്ക് നോക്കി കാണാം 2022 ഓഗസ്റ്റ് മുതലുള്ള ഡേറ്റയാണ്. സോ ഈ ബ്ലൈൻഡ് സ്ട്രാറ്റജി ഞങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തത് 2022 ഓഗസ്റ്റിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓഗസ്റ്റ് മാസം അന്ന് നിഫ്റ്റി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. നിഫ്റ്റി ഒരു ലോട്ടിൽ നിന്നായിട്ട് ഞാൻ പറയണേ, ഒരു ലോട്ടിൽ നിന്ന് 56%. അതിന്റെ കാരണം എന്താണ്? ഓഗസ്റ്റിലൊക്കെ വിക്സ് ഭയങ്കര കൂടുതലായിരുന്നു. വിക്സ് 18-20 മുകളിൽ വിക്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ട്രാറ്റജി ഒരു ഹെവി സക്സസ് റേഷ്യോ ആണ് നമുക്ക് തന്നത്. സെപ്റ്റംബറിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ ബാങ്ക് നിഫ്റ്റിയോട് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. ബാങ്ക് നിഫ്റ്റിയും നല്ല പ്രോഫിറ്റ് ആണ് തന്നത്, നിഫ്റ്റിയും പ്രോഫിറ്റ് ആണ്. ദെൻ ഒക്ടോബറിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ ഹെവി പ്രോഫിറ്റബിൾ മന്ത്സിന് ശേഷം വിക്സ് കണ്ടമാനം ഇടുകയും അതിന്റെ ഫലമായിട്ട് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ലോസ് വന്നു. സ്റ്റിൽ ആ ലോസ് നോക്കിയേ, ഒരു ലോട്ട് വെച്ചൊരു മാസം കൂടുതൽ എസ് ഹിറ്റ് ചെയ്തിട്ടും നിഫ്റ്റിന്ന് 13,000 ലോസും ബാങ്ക് നിഫ്റ്റിന്ന് 13,000 പ്രോഫിറ്റും. പക്ഷെ ഇവിടെ കുറച്ചു പേർക്ക് താളം തെറ്റി. ഈ തൊട്ടുമുമ്പത്തെ മാസങ്ങളിലെ ഹെവി റിട്ടേൺസ് കണ്ടിട്ട് ആ മാസങ്ങളിൽ റിട്ടേൺ കിട്ടിയ ആൾക്കാർ അവരുടെ ക്വാണ്ടിറ്റി പെട്ടെന്ന് കൂടുതലാക്കി. ഇതെല്ലാവരും അല്ല പറയുന്നത്, കുറച്ച് നമ്മുടെ ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ആൽഗോ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും പറ്റിയൊരു അബദ്ധമാണ് ഈ പറയുന്ന റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാതെ. 30,000 മുതൽ 50,000 രൂപയ്ക്ക് ഒരു ലോട്ട് എന്നുള്ള റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാതെ 50,000 രൂപ കൊണ്ട് തന്നെ 5-10 ലോട്ടൊക്കെ ട്രേഡ് ചെയ്തു. സോ ആ മാസം നെറ്റ് ലോസിൽ വന്നപ്പം അവന്റെ ക്യാപിറ്റലിനും കാര്യമായിട്ട് ബാധിച്ചു. സോ ഈ ഒരു കാര്യം പ്രത്യേകം ഞാൻ എടുത്തു പറയാൻ വീണ്ടും കാരണമുണ്ട്. ബിക്കോസ് ഇപ്പൊ ഇന്ന് പറയാൻ പോകുന്ന അപ്ഡേറ്റഡ് വേർഷൻ ആണെങ്കിൽ കൂടെ നിങ്ങൾ ഈ മണ്ടത്തരം ചെയ്യരുത്. എന്ത് സ്ട്രാറ്റജി ആയിക്കോട്ടെ, 50% അല്ലെങ്കിൽ 40% റിട്ടേൺ തരുന്ന സ്ട്രാറ്റജി വരെ വിജയിക്കും. എപ്പോ നിങ്ങൾ ഈ പറയുന്ന ഡിസിപ്ലിൻസ് മെയിൻറ്റെയിൻ ചെയ്താൽ. നിങ്ങളുടെ പൊസിഷൻ സൈസിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്ട്രാറ്റജി നല്ലതാണോ ചീത്തയാവുന്നതിലുപരി അതിന്റെ ഇമ്പോർട്ടൻസ് ഉള്ളത് നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയാണ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ പൊസിഷൻ സൈസിങ് കറക്റ്റ് ആണോ എന്നുള്ള ചോദ്യമാണ് ഫസ്റ്റ് വരേണ്ടത്. ഈ ഒരു പോയിന്റ് ഗോൾഡൻ വേർഡ്സിൽ നോട്ട് ചെയ്ത് വെച്ചോ. ഓപ്ഷൻ ബയർ ആണോ, ഒരു ലോട്ട് ബൈ ചെയ്യാൻ 3,000-5,000 രൂപ മതി എന്ന് വെച്ച് നിങ്ങൾ ആ ഒരു സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്യരുത്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് മിനിമം 30,000 രൂപയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് മാത്രം ഒരു ലോട്ട് ചെയ്യാം. ഈ ഒരു ഒക്ടോബർ മാസമാണ് ഈ ടോട്ടൽ ബ്ലൈൻഡ് സ്ട്രാറ്റജിനെ താളം തെറ്റിച്ചത്. അതിനുശേഷം നമുക്ക് റിസൾട്ട് നോക്കി കഴിഞ്ഞാൽ നവംബറിൽ നിഫ്റ്റി പ്രോഫിറ്റ് ആയിരുന്നു, ബാങ്ക് നിഫ്റ്റി ലോസ് ആയിരുന്നു. ഡിസംബറിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നോ ലോസ് പ്രോഫിറ്റിലായിരുന്നു. അങ്ങനെ 2022 ഏകദേശം ക്ലോസ് ചെയ്തത് നിഫ്റ്റി മൊത്തം 75,000 രൂപ പ്രോഫിറ്റ് വന്നു. എന്നാൽ ബാങ്ക് നിഫ്റ്റി എൻ്റെ ചെയ്ത് 4,000 രൂപ പ്രോഫിറ്റ് കിട്ടിയുള്ളൂ. പോരെ? ബാങ്ക് നിഫ്റ്റി മേടിക്കാൻ എത്ര വേണം? ഒരു ലോട്ട് 30,000 രൂപ. 30,000 രൂപ കൊണ്ട് എത്ര മാസം? 1, 2, 3, 4 മാസം കൊണ്ട് 4,000 രൂപ പ്രോഫിറ്റ് കിട്ടി. 3-4% ആവറേജ് മന്ത്ലി റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. ആൻഡ് മറ്റൊരു കാര്യം, നിങ്ങളുടെ ഒരു സമയം ഒരു എഫോർട്ട് ഇല്ലാതെയാണ് നിങ്ങൾക്ക് 4% മന്ത്ലി കിട്ടാന്ന് ആലോചിക്കാം. 4% അല്ലെങ്കിൽ 3% മന്ത്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊല്ലം 30-40% ഒരൊറ്റ ക്ലിക്കിൽ ഇത്തരം റിസൾട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അതൊരു ബിഗ് റിട്ടേൺ തന്നെയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുമെന്നൊന്നും അറിയില്ല. നിങ്ങൾ നല്ല ക്യാപിറ്റലുള്ള ഒരു ഓപ്ഷൻ സെല്ലറൊക്കെ ആണെങ്കിൽ ഈ ഒരു റിട്ടേണിന്റെ വലിപ്പം എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. സോ അതാണ് 2022 പെർഫോമൻസ്. 2023 പോയി കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് ടോട്ടൽ കാണിച്ചു തരാം. ടോട്ടൽ ജനുവരി തൊട്ട് ഡിസംബർ വരെ നിഫ്റ്റി പ്രോഫിറ്റിലായിരുന്നു, ബാങ്ക് നിഫ്റ്റി ലോസിലായിരുന്നു. സ്റ്റിൽ 50,000 രൂപ കൊണ്ട് ഒരു ലോട്ട് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒരു കൊല്ലം കൊണ്ട് ബാങ്ക് നിഫ്റ്റി 8,000 രൂപ ലോസിലാണ്. ഒരു കൊല്ലം കൊണ്ട് 8,000 ലോസ്. ബട്ട് മീൻവൈൽ നിഫ്റ്റി അപ്പോഴും പ്രോഫിറ്റിലാണ്. നിഫ്റ്റി ഒരു കൊല്ലം കൊണ്ട് 16,000 ആണ് പ്രോഫിറ്റ് കിട്ടിയത്. വെറും 50,000 രൂപ മെയിൻറ്റെയിൻ ചെയ്ത് വിക്സ് ലോ ആയിട്ട് കൂടി, ഇതിന്റെ പെർഫോമൻസ് വളരെ മോശമായിട്ട് കൂടി നിങ്ങൾ ഒരു കൊല്ലം കൊണ്ട് 16,000 കിട്ടുണ്ടാക്കി. അപ്പൊ പലരും ചോദ്യം വരാം, പഴയ ബ്ലൈൻഡ് സ്ട്രാറ്റജിയിൽ ഓപ്ഷൻ ബൈയിങ്ങും ഉണ്ട് സെല്ലിങ്ങും ഉണ്ട്. ഇത് രണ്ടും കൂടി ചെയ്യാൻ ഒരു 1.5 lakhs ക്യാപിറ്റൽ വേണം ഒരു ലോട്ട് ചെയ്യാൻ. അപ്പൊ ഇത് തെറ്റില്ലെന്ന്. ശരിയാണ്, ബ്ലൈൻഡ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ബൈയിങ്ങും സെല്ലിങ്ങും കൂടിയതാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ പുതിയത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്
ഓൺലി ബൈയിങ് സ്ട്രാറ്റജിയാണ്, അതിൽ സെല്ലിംഗ് ഇല്ല. ആൻഡ് ഇതിന്റെ കേസിലും ഇവൻ ബൈയിങ് മാത്രം എടുത്ത് നോക്കിയാലും ആവറേജ് നിങ്ങൾക്ക് ഈ റിസൾട്ട് കിട്ടും. ഞാൻ നമ്മുടെ പുതിയ സ്ട്രാറ്റജി കഴിഞ്ഞ 1-2 കൊല്ലം ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ തൊട്ടുമുമ്പ് പഠിച്ച ബ്ലൈൻഡ് സ്ട്രാറ്റജിയുടെ പെർഫോമൻസ് കുറവാണ് എന്ന് പറയുമ്പോൾ കൂടി, എപ്പോ വിക്സിന്റെ കണ്ടീഷൻ 15 താഴെ വരുമ്പം ഇതിന്റെ പെർഫോമൻസ് കുറയാണ് എന്ന് പറയുമ്പോൾ പോലും നിഫ്റ്റി അത്യാവശ്യം റിട്ടേൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ബാങ്ക് നിഫ്റ്റി നമ്മൾ നിരാശപ്പെടുത്തി ലോസിലായിരുന്നു. സോ ഇതാണ് ഒരു ആവറേജ് റിട്ടേൺ. ആൻഡ് ഈ കൊല്ലത്തെ പെർഫോമൻസ് 2023 മന്ത്ലി പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വലിയ പ്രോഫിറ്റുകളൊന്നും ഇല്ല. 1-2 മാസമാണ് അത്യാവശ്യം വലിയ പ്രോഫിറ്റ് വന്നിട്ടുള്ളൂ. ജനുവരിയിൽ ഒരു 10,000 രൂപ പ്രോഫിറ്റ് വന്നു, ഓഗസ്റ്റിൽ ഒരു 12,000 രൂപ വന്നു. ലോസ് വന്ന മാസങ്ങളിൽ അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ശ്രദ്ധിക്കേണ്ടത്. ഓട്ടോമേറ്റ് ചെയ്തതിന്റെ ഒരു ഗുണമാണ്, ഓട്ടോമേറ്റ് ചെയ്താൽ കൃത്യസമയത്ത് എസ് എൽ ബുക്ക് ചെയ്യും. നമ്മളെ പോലെ പിടിച്ചുകൊണ്ടിരുന്ന 5,000-10,000 ലോസ് ബുക്ക് ചെയ്യില്ല. കൃത്യം 800-900 വരുമ്പം ഇത് ലോസ് ബുക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോക്കി അറിയാം, ലോസ് വരുന്ന ദിവസങ്ങളാണ് കൂടുതൽ. സ്റ്റിൽ നിഫ്റ്റി പ്രോഫിറ്റിൽ വന്നു. അതിന്റെ കാരണം എന്താ? പ്രോഫിറ്റ് തന്ന 1-2 മാസങ്ങൾ നല്ല പ്രോഫിറ്റുകൾ തന്നുകൊണ്ടാണ്. സോ ഇത് ഓട്ടോമേഷന്റെ പ്രത്യേകതയാണ്. നമ്മുടെ മാനുവൽ, നമ്മുടെ മൈൻഡ് സെറ്റും ഒന്നും ഇതിനെ ബാധിക്കാത്തതുകൊണ്ട് തന്നെ, സിസ്റ്റം ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നോളൂ. സോ ഇതാണ് തൊട്ടു മുമ്പ് നമ്മൾ ഒരു കൊല്ലം മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബ്ലൈൻഡ് സ്ട്രാറ്റജിയുടെ ഇതുവരെയുള്ള ബാക്ക് ടെസ്റ്ററോ ഒന്നും ഡേറ്റ അല്ല. ഞാൻ എന്റെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഒരു ലോട്ട് ഓട്ടോമാറ്റിക്കലി ട്രേഡ് ചെയ്യുന്ന സിസ്റ്റത്തിൽ ഞാൻ ട്രേഡ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് ഈ കാണുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിക്സ്, ഇന്ത്യ വിക്സ് എന്നുള്ള കണ്ടീഷനാണ് നമ്മുടെ സ്ട്രാറ്റജിയുടെ അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്ട്രാറ്റജിയുടെ പെർഫോമൻസിനെ കുറച്ചത്. അങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് എനിക്ക് തോന്നിയത്. സോ ഞാൻ യൂട്യൂബിൽ ഒത്തിരി തപ്പി. ലോ വിക്സ് സമയത്ത് എടുക്കാൻ പറ്റിയ സ്ട്രാറ്റജി എന്ന് പറഞ്ഞ് യൂട്യൂബിലും ഒത്തിരി സൈറ്റുകൾ നമ്മൾ റിസർച്ച് ചെയ്തു. കുറേ ആൾക്കാരുടെ യൂട്യൂബ് വീഡിയോസ് കണ്ടു. നിങ്ങളാണെങ്കിൽ യൂട്യൂബ് എടുത്ത് ലോ വിക്സ് നിഫ്റ്റി ട്രേഡിംഗ് സ്ട്രാറ്റജി എന്നൊക്കെ അടിച്ചാൽ ഒത്തിരി സ്ട്രാറ്റജികൾ കാണും. ഈ സ്ട്രാറ്റജി വീഡിയോസ് ഒക്കെ ഞാനും കണ്ട് അതിൽ നിന്ന് തന്നെ 1-2 നല്ല കണ്ടന്റുകൾ എടുത്ത് അതിന് നമ്മുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഇന്നത്തെ സ്ട്രാറ്റജി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സോ ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ലോ വിക്സ് കണ്ടീഷൻസിൽ വിക്സ് 15-ൽ താഴെയാണ് അല്ലെങ്കിൽ 12-10 താഴെ വിക്സ് പോകുമ്പോൾ എടുക്കാൻ പറ്റിയിട്ടുള്ള, ചെറിയ ക്യാപിറ്റൽ മെമ്പേഴ്സിന് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ ബൈങ് സെറ്റപ്പ്, അതായത് ബ്ലൈൻഡ് സ്ട്രാറ്റജി ഇൻ നിഫ്റ്റി. ഇൻഡിക്കേറ്റേഴ്സ് വേണ്ട, ചാർട്ട് വേണ്ട, നിങ്ങൾ അധികം സമയം സ്പെൻഡ് ചെയ്യേണ്ട, നിങ്ങൾക്ക് ഒരു ക്ലിക്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ ബൈങ് സ്ട്രാറ്റജിയാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ആൻഡ് പുതിയ സ്ട്രാറ്റജിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, പഴയ കണ്ടീഷൻ മാർക്കറ്റിൽ തിരിച്ചു വന്നാൽ എന്താണ്, വിക്സ് കൂടിയാൽ, വിക്സ് 15-17 കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ട്രാറ്റജി അല്ല, നേരത്തെ പഠിപ്പിച്ച അതേ ബ്ലൈൻഡ് സ്ട്രാറ്റജി തന്നെ ഉപയോഗിക്കാം. ബിക്കോസ് ഹൈ വിക്സ് മാർക്കറ്റിലുള്ള സമയത്ത്, വിക്സ് 15, 20, 25 ഒക്കെ ഉള്ള സമയത്ത് ബ്ലൈൻഡ് സ്ട്രാറ്റജി സൂപ്പർ പെർഫോമിംഗ് ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ മാസം തന്നെ 40-50% വരെ റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ വിക്സിന്റെ കണ്ടീഷൻ നോക്കി നിങ്ങൾ സ്ട്രാറ്റജി സ്വിച്ച് ചെയ്യുക. ലോ വിക്സ് ആണെങ്കിൽ നമ്മൾ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന പുതിയ ബ്ലൈൻഡ് സ്ട്രാറ്റജി ഉപയോഗിക്കുക. ഹൈ വിക്സ് ആണെങ്കിൽ നമ്മൾ ഒരു കൊല്ലം മുമ്പ് പഠിച്ച ബ്ലൈൻഡ് സ്ട്രാറ്റജി നിഫ്റ്റി 1 തന്നെ ഉപയോഗിക്കാം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യാം. ഒന്ന്, ഒരു ഓപ്ഷൻ ബയർ, അതായത് ചെറിയ ക്യാപിറ്റൽ മെമ്പേഴ്സ് ആണ് കൂടുതൽ ഓപ്ഷൻ ബൈയിലേക്ക് വരിക. സോ ചെറിയ ക്യാപിറ്റലുള്ള ഓപ്ഷൻ ബയേഴ്സ് നേരിടുന്ന അല്ലെങ്കിൽ ബയേഴ്സിന്റെ പ്രതികൂലമായി നിൽക്കുന്ന പ്രശ്നങ്ങൾ. രണ്ടാമത്തെ പ്രശ്നം എന്താണ്, അത് പരിഹരിച്ച് നമുക്ക് എങ്ങനെ ഒരു നല്ല സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബിൽഡ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. തേർഡ് തിങ്, അതിനെ എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓട്ടോമേറ്റ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് എങ്ങനെ യൂസ് ചെയ്യാം, ഒറ്റ ക്ലിക്കിൽ ഈ സ്ട്രാറ്റജി എങ്ങനെ ട്രേഡ് ചെയ്യാം. സോ ഈ 3 കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വാർണിംഗ് തന്നോട്ടെ, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അല്ല, സ്റ്റോക്ക് മാർക്കറ്റ് ആണ്. ഇവിടെ പ്രോഫിറ്റും ലോസും ഉണ്ടാവും. ഇത്ര % റിട്ടേൺ ഫിക്സഡ് ആയിട്ട് കിട്ടുന്നൊന്നും ഇവിടെ ആർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. നോട്ട് ദ പോയിന്റ്. ഒരു വാർണിംഗ് അല്ലെങ്കിൽ ഒരു റിമൈൻഡർ കൂടി തന്നോട്ടെ, 99% ഓപ്ഷൻ ബയേഴ്സും പരാജയപ്പെടുന്നത് അവന് ഡിസിപ്ലിൻ ഇല്ലായ്മ കൊണ്ടാണ്, അല്ലെങ്കിൽ അവന്റെ റിസ്ക് മാനേജ്മെന്റ് കറക്റ്റ് അല്ല, അല്ലെങ്കിൽ പൊസിഷൻ സൈസിങ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ പല വീഡിയോസും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് 3 തമ്പുകളുള്ളൂ. ഇത് തന്നെയാണ് ഞങ്ങൾ ഡെയിലി നമ്മുടെ ട്രേഡ് ചെയ്യുന്ന ഗ്രൂപ്പ് മെമ്പേഴ്സിനോടൊക്കെ പറയാറുള്ള കാര്യം തന്നെയാണ്. ഈ 3 ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാതെ ഒരു സ്ട്രാറ്റജിയും ഇവൻ ദൈവം തമ്പുരാന് പോലും നിങ്ങളെ ട്രേഡിംഗിൽ, എസ്പെഷ്യലി ഓപ്ഷൻ ബൈയിങ്ങിൽ വിജയിപ്പിക്കാൻ പറ്റില്ല. ഫസ്റ്റ് തിങ്, റിസ്ക് റിവാർഡ്. നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ലോസ് കുറവും പ്രോഫിറ്റ് അതിന്റെ മുകളിലും ആയിരിക്കണം. ഇനി പ്രൈസിൽ പറഞ്ഞാൽ നിഫ്റ്റിയുടെ ഒരു ലോട്ടിൽ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ലോസ് 1000 രൂപയാണെങ്കിൽ പ്രോഫിറ്റ് 1:1.5, 1500-2000 പ്രോഫിറ്റ് ബുക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾ മാസം അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ കൊല്ലം അവസാനിക്കുമ്പോൾ ആവറേജ് റിട്ടേൺസിൽ കലാശിക്കൂ. അതിന് എക്സാമ്പിൾ ഇതിന്റെ ഡേറ്റ തന്നെയാണ്. ഈ ആൽഗോ നമ്മൾ 2023 ജനുവരി തൊട്ട് ഡിസംബർ റൺ ചെയ്തു. നിഫ്റ്റി 16,000 രൂപ പ്രോഫിറ്റിൽ കിട്ടി. അതെങ്ങനെയാ? എല്ലാ മാസവും പ്രോഫിറ്റ് കിട്ടിയതുകൊണ്ടാണോ? കുറെ മാസങ്ങളിൽ പ്രോഫിറ്റും കുറെ മാസങ്ങളിൽ ലോസും. സ്റ്റിൽ ഇത് പ്രോഫിറ്റിൽ എങ്ങനെയാണ് ആയത്? പ്രോഫിറ്റ് കിട്ടിയപ്പോൾ 12,000-10,000 രൂപയൊക്കെ വെച്ച് മന്ത്ലി പ്രോഫിറ്റ് കിട്ടി. ലോസ് വന്നപ്പോൾ 2,000-4,000 രൂപയാണ് ഇവിടുത്തെ ഏറ്റവും മാക്സിമം ലോസ്. 4,000-4,500 രൂപയാണ് ഏറ്റവും മാക്സിമം ലോസ്. എന്നാൽ പ്രോഫിറ്റ് 8,000-10,000-12,000 കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു കൊല്ലം ട്രേഡ് ചെയ്തിട്ടും നിഫ്റ്റി പ്രോഫിറ്റിലായത്. ക്ലിയർ? സോ ഫസ്റ്റ് റൂൾ ഇതാണ്, നിങ്ങൾ പ്രോപ്പർ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യാതെ നിങ്ങൾക്ക് വിജയിക്കാനാവില്ല. നിങ്ങൾ ഓട്ടോമാറ്റിക്കായി പേടിക്കേണ്ട, സിസ്റ്റം നിങ്ങളെ പോലെ എന്താ പറയുക ക്ഷമയില്ലാത്ത ഒരാളൊന്നുമല്ല. സിസ്റ്റം കൃത്യമായിട്ട് റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്തോളും. അല്ലാതെ നിങ്ങൾ ഈ സ്ട്രാറ്റജി മാനുവലി എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഈ പറയുന്ന റിസ്ക് റിവാർഡ് ലോസ് താഴെയും പ്രോഫിറ്റ് മുകളിലും ബുക്ക് ചെയ്യാതെ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ല. സെക്കൻഡ് തിങ്, ഓവർ ട്രേഡിംഗ്. നിങ്ങൾ ഒരു ട്രേഡ് എടുത്ത് പരാജയപ്പെട്ടു, 2 ട്രേഡ് എടുത്ത് പരാജയപ്പെട്ടു, 3 ട്രേഡ് എടുത്ത് പരാജയപ്പെട്ടു, അങ്ങനെ അൺലിമിറ്റഡ് ലോസിലേക്ക് പോകരുത്. നിങ്ങളുടെ ലോസിന് ഒരു ലിമിറ്റ് വെക്കണം.
മാക്സിമം 3%. എന്ന് വെച്ചാൽ 3% ബുക്ക് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. 1% നിങ്ങൾക്ക് നിർത്താൻ പറ്റുമോ? നിങ്ങൾ സൂപ്പറാണ്, മിടുക്കനാണ്. മാക്സിമം 2 അങ്ങ് അറ്റം പോയി കഴിഞ്ഞാൽ മാത്രം 3% വരെ ഒരു ദിവസം ലോസ് കൊണ്ടുപോവുക. അതിൽ കൂടുതൽ കൊണ്ടുപോകരുത്. പക്ഷെ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ എത്ര രൂപ വരെ ഒരു ദിവസം നഷ്ടം സഹിക്കാം? 3000 രൂപയാണ് മാക്സിമം സഹിക്കാവുന്ന നഷ്ടം. വേണ്ട, 50,000 രൂപ കൊണ്ട് ഒരു ലോട്ട് ട്രൈ ചെയ്യുന്നവൻ എത്ര രൂപയാണോ മാക്സിമം നഷ്ടം വരാൻ പാടുള്ളൂ? 1500 രൂപ. 50,000-ന് 3% 1500. ഇതാണ് നിങ്ങളുടെ മാക്സിമം പെയിൻ. ഇതിൽ 1 രൂപ പോലും മുന്നോട്ട് കൊണ്ടുപോകാതിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് എൻഡ് ഓഫ് ദ മന്ത് പ്രോഫിറ്റ് അവസാനിപ്പിക്കാൻ പറ്റൂ. തേർഡ് ആൻഡ് ഫൈനൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ഡിസിപ്ലിൻ ആണ് നിങ്ങളുടെ പൊസിഷൻ സൈസിങ്. നിങ്ങൾക്കറിയാം, നിഫ്റ്റി ഒരു ലോട്ട് ട്രേഡ് ചെയ്യാൻ 3000-ഓ 5000-ഓ രൂപ മതി. എന്ന് വെച്ച് നിങ്ങളുടെ കയ്യിലുള്ള ആകെ 50,000 രൂപ കൊണ്ട് 10 ലോട്ട് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുമോ? പറ്റില്ല. ഈ നേരത്തെ പറഞ്ഞ 2 റൂളിനെയും ലോസിനെ 3% നിർത്തണമെങ്കിലും കൃത്യമായിട്ട് റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ആദ്യം വേണ്ടത് കൃത്യമായി ക്വാണ്ടിറ്റി എടുക്കുക. മിനിമം ഒരു ഓപ്ഷൻ ബയർ ഒരു 30,000 രൂപയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം. ഞാൻ പറയുന്നത് 50 എന്നാണ് പറയുന്നത്. ഇനി 50 ഇല്ല, അത്രയും സാമ്പത്തിക സാഹചര്യം ഇല്ലാത്ത ഒരാളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 30,000 രൂപയെങ്കിലും മിനിമം മെയിൻറ്റെയിൻ ചെയ്തിട്ട് മാത്രം ഒരു ലോട്ട് എടുക്കുക. 60,000 ഉണ്ടെങ്കിൽ 2 ലോട്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെവർ ചേഞ്ച് യുവർ പ്ലാൻ. 50,000 1 ലോട്ട്. ഇത് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ പഠിപ്പിച്ച സ്ട്രാറ്റജിക്ക് ഒന്നും പിന്നെ ഒരു ഗുണമില്ല ഉണ്ടാവും. ക്ലിയർ? സോ നമുക്ക് സ്ട്രാറ്റജിയിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു ഓപ്ഷൻ ബൈയിങ്. ഇതൊരു ഓപ്ഷൻ ബൈയിങ് സ്ട്രാറ്റജി ആയതുകൊണ്ട് തന്നെ ഒരു ഓപ്ഷൻ ബൈയർക്ക് നേരിടേണ്ട പ്രശ്നങ്ങൾ, അതിൽ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞ 3 ഡിസിപ്ലിൻ തന്നെയാണ്. ദെൻ ടെക്നിക്കൽ പരമായി പറഞ്ഞാൽ ഒരു ഓപ്ഷൻ ബയർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തായിരിക്കും? ടൈം ഡികെ. തീറ്റ ഡികെ എന്നും ടൈം ഡികെ എന്നും പറയുന്ന ഒരു വില്ലനാണ് ഒരു ഓപ്ഷൻ ബയറുടെ പ്രീമിയത്തിനെ കൊണ്ടുപോയി തിന്നുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എക്സ്പയറിയോട് അടുക്കും തോറും പ്രീമിയം ചിലപ്പം നിഫ്റ്റി മൂവ് ചെയ്യും, പക്ഷെ നമ്മൾ മേടിച്ചിരിക്കുന്ന കോൾ ഓപ്ഷന്റെ പ്രീമിയം മൂവ് ചെയ്യില്ല. ഈവൻ താഴേക്ക് പോകുന്ന സിനാരിയോ ഉണ്ടാവും. ചിലപ്പോൾ 0 വരെ എത്താം. നിങ്ങൾ മേടിച്ചത് നമ്മൾ അതിന് ഹീറോ 0 എടുക്കാറുണ്ട്. ഒന്നുകിൽ ഹീറോ അല്ലെങ്കിൽ 0. നിങ്ങൾ കൊടുത്തിരിക്കുന്ന പ്രീമിയം 0 ആയി പോകുന്ന സിനാരിയോ വരെ ഒരു ഓപ്ഷൻ ബയർ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതാണ് ടെക്നിക്കലി ഒരു ഓപ്ഷൻ ബയറുടെ താളം തെറ്റിക്കുന്നത്. അല്ലെങ്കിൽ ഓപ്ഷൻ ബയർ 90% പരാജയപ്പെടാനുള്ള കാരണവും ഈ ടൈം ഡേക്ക് കൊണ്ടാണ്. ഈ ടൈം ഡേക്കാണ് ഒരു ഓപ്ഷൻ സെല്ലർ അവന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവാനായിട്ട് ഈ കാര്യം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. സി, ഇഫ് നിഫ്റ്റിയുടെ ചാർട്ടാന്ന് വിചാരിക്കും. നിഫ്റ്റി എങ്ങനെയാണ്? സ്ട്രേറ്റ് ആയിട്ടുള്ള മൂവ് ചെയ്യല്ല. ഒന്നിങ്ങനെ താഴെ പോകും, അല്ലെങ്കിൽ മുകളിലേക്ക് വരും, എന്നിട്ട് ഇങ്ങനെ താഴെ പോകും. അങ്ങനെ ഒരു രീതിയിലാണ് നിഫ്റ്റി മൂവ് ചെയ്യുക. സി, ഇപ്പൊ ഇങ്ങനെ ഒരു സപ്പോർട്ട് ലൈൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നത് കാണാം. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ വെച്ച് നിഫ്റ്റിയുടെ ഒരു പുട്ട് ഓപ്ഷൻ പി ബൈ ചെയ്യുന്നു വിചാരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു 50 റുപ്പീസ് 50 രൂപ പ്രീമിയം ഉള്ള ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തു. ഇതിങ്ങനെ താഴേക്ക് വന്നു. സോ 50 രൂപയുള്ള പുട്ട് ഓപ്ഷൻ ചിലപ്പം 60 ഉണ്ടാവും, 70 ഉണ്ടാവും. പക്ഷെ ഇവിടെ വെച്ച് വീണ്ടും തിരിച്ചു വന്ന് ഇവിടേക്ക് വന്നു. വീണ്ടും തിരിച്ച് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 50 രൂപ പ്രീമിയം ഇവിടെ ഉണ്ടാവോ? ഉണ്ടാവില്ല. ഈ ഒരു സ്വിംഗ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ ചിലപ്പോൾ ഒരു 40 അല്ലെങ്കിൽ 30 പ്രീമിയം ഉണ്ടാവും. സെയിം ലെവലാണ് കേട്ടോ. സെയിം ലെവലിൽ തിരിച്ചെത്തിയപ്പം പ്രീമിയം വെറുതെ 10 പോയിന്റ് കുറഞ്ഞു. ഇതിനെയാണ് ടൈം ഡികെ അല്ലെങ്കിൽ തീറ്റ ഡികെ എന്ന് പറയുന്നത്. ഓരോ സ്വിംഗ്, ഇനിയും ഒരു സ്വിംഗ് ഉണ്ടാക്കി വീണ്ടും ഈ ലെവലിലേക്ക് വന്നു വിചാരിക്കും. ഇനി ഒരു സ്വിംഗ് ഉണ്ടാക്കി ഈ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 40 30 ആയിട്ടുണ്ടാവും. സോ നിഫ്റ്റി അതേ പ്രൈസിൽ തന്നെയാണ് നിൽക്കുന്നത്, പക്ഷെ പുട്ട് ഓപ്ഷന്റെ പ്രീമിയം ഇങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കും. ഇതിനെയാണ് ടൈം ഡികെ എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഓപ്ഷൻ ബയ്യർക്ക് താളം തെറ്റിക്കുന്നത്. ഇപ്പം ഇവിടെ ഒരു 10 പോയിന്റ് SL വെച്ചിരിക്കുന്ന ഒരാളാണ്, 10 പോയിന്റ് പ്രീമിയത്തിൽ SL വെച്ചിരിക്കുന്ന ആളാണെങ്കിൽ SL അടിക്കാതെ നിഫ്റ്റിയുടെ SL ചിലപ്പോൾ ഇതായിരിക്കും. ഇവിടെ ആയിരിക്കും നിഫ്റ്റി നമ്മുടെ SL കീപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷെ പ്രീമിയം ഇവിടെ വന്നപ്പോഴേക്കും 10 പോയിന്റ് താഴേക്ക് പോയതുകൊണ്ട് നമ്മുടെ SL ഹിറ്റ് ചെയ്യും. സോ ശരിക്കും ആക്ച്വലി SL ആയോ? ആക്ച്വലി SL ഇവിടെയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴേക്കും തീറ്റ ഡികെ കൊണ്ട് നമ്മുടെ പ്രീമിയത്തിൽ SL അടിക്കുന്ന സിനാരിയോ ഉണ്ടായി. സോ ഇതാണ് ഒരു റിയൽ ട്രേഡിംഗിൽ ഒരു ഓപ്ഷൻ ബയർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. സോ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട്, അതായത് ഈ പറയുന്ന ടൈം ഡികെക്കും നമ്മൾ മുൻപേ ചെയ്തിട്ടുള്ള ഹൈ വിക്സ് സിനാരിയോയിൽ ചെയ്യേണ്ട ബ്ലൈൻഡ് സ്ട്രാറ്റജി, നിഫ്റ്റിയുടെ ബ്ലൈൻഡ് സ്ട്രാറ്റജിയുടെ പെർഫോമൻസ് കുറവുള്ളത് കൊണ്ടും അതിനൊന്ന് മാറി ചിന്തിച്ചാൽ ഇങ്ങനെ ലോ വിക്സ് സിനാരിയോയിൽ ഈ ടൈം ഡികെനെ കവർ ചെയ്യാൻ പാകത്തിന് ഒരു സ്ട്രാറ്റജി വേണമെന്നുള്ള ആഗ്രഹത്തിൽ ഒരു വെബ്സൈറ്റിലൊക്കെ റിസർച്ച് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തത്. ആ സ്ട്രാറ്റജി നമ്മൾ കഴിഞ്ഞ 5 കൊല്ലത്തെ ഡേറ്റ ബാക്ക് ടെസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ ട്രേഡ് ചെയ്തു. നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കും പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. സോ ഓപ്ഷൻ ബയറുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ശത്രുവിനെ പരിചയപ്പെട്ടു. ആരാണ്? ടൈം ഡികെ. എന്നാൽ മിത്രം ഉണ്ടാവുമല്ലോ. ഒരു ശത്രു ഉണ്ടെങ്കിൽ ഒരു കൂട്ടുകാരും ഉണ്ടാവും. ആരൊക്കെയാണ് മിത്രങ്ങൾ? അറിയില്ല? ദാറ്റ് മീൻസ് നിങ്ങൾ നമ്മുടെ പഴയ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല. നമ്മൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിനെ പറ്റി ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ സീരീസ് തന്നെ ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്ലേലിസ്റ്റ് ഇതായ ഐ ബട്ടണിൽ കൊടുക്കാം, മസ്റ്റ് ആയിട്ട് കാണാം. അതിൽ തന്നെ ഓപ്ഷൻ ഗ്രീക്സ് എന്നുള്ള ടോപ്പിക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഗ്രീക്സിലാണ് ഈ പറയുന്ന സാധനം വരുന്നത്. ഏത്? തീറ്റ ഡികെ, ടൈം ഡികെ. അപ്പൊ ആ ഗ്രീക്സിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ ബയറുടെ സുഹൃത്തുക്കളായി 2 പേരുണ്ട്, ഡെൽറ്റ ആൻഡ് ഗാമ. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ്. ഗാമ എന്ന് പറഞ്ഞാലോ
എത്ര സ്പീഡിൽ പ്രൈസ് മൂവ് ചെയ്യുന്നു, ചേഞ്ച് ഇൻ പ്രൈസ് അല്ലെങ്കിൽ പ്രൈസിന്റെ മൊമെന്റത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം, ഇതൊക്കെയാണ് നമ്മൾ എന്താന്ന് പറയാ, ഗാമ എന്ന് പറയാ. സോ ഗാമയും ഡെൽറ്റയും ഓപ്ഷൻ ബയർക്ക് അനുകൂലമായിട്ട് തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബയർ ശ്രദ്ധിക്കേണ്ട ടോപ്പിക് എന്താണ്, ഈ പറയുന്ന ഗാമയുടെ എഫക്ട് അത് വരുന്നത് വിക്സ് ഒക്കെ വരുമ്പോഴാണ്. സോ ഈ ഗാമയുടെ എഫക്ട് കൂടുന്നുണ്ടോ, പ്രൈസിൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ടോ, വെറുതെ ചേഞ്ച് ഉണ്ടായി പോയാൽ ക്വിക്ക് ചേഞ്ച്, നല്ല മൊമെന്റത്തിൽ പ്രൈസ് ചേഞ്ച് ആവുന്നുണ്ടോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായില്ല? നിഫ്റ്റി രണ്ട് രീതിയിൽ മൂവ് ചെയ്യാം. എങ്ങനെ മൂവ് ചെയ്യാം? നിഫ്റ്റിക്ക് ഇങ്ങനെ ഒച്ചഴിയുന്നത് പോലെ മുകളിലേക്ക് മൂവ് ചെയ്യാം, ഇതിങ്ങനെ മൂവ് ചെയ്യാം. നിഫ്റ്റിക്ക് ക്വിക്കായിട്ട് മുകളിലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ താഴേക്കാണെങ്കിലും ക്വിക്കായിട്ട് താഴേക്ക് നിഫ്റ്റി ഫോളോ ചെയ്യുന്നുണ്ടോ. ഈ ഫോളോ ചെയ്യുന്ന സ്പീഡ്, ഈ മൊമെന്റം കൂടുതലുള്ള സമയത്താണ് ഓപ്ഷൻ ബയർക്ക് എന്ത് കിട്ടുള്ളൂ, പ്രോഫിറ്റ് കിട്ടുള്ളൂ. സോ ഈ മൊമെന്റം ഉള്ള മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു മൊമെന്റം ക്യാപ്ചർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ കൂടിയാണ് നമ്മൾ ഈ പുതിയ സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ ഈ പുതിയ സ്ട്രാറ്റജി നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് സിനാരിയോ നോക്കിയിട്ടാണ്. തീറ്റ ഡിക്കേനെ മാക്സിമം അവോയ്ഡ് ചെയ്യാനും മൊമെന്റം ഉള്ള മാർക്കറ്റിൽ മാത്രം ട്രേഡ് ചെയ്യാനെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ വലിയ തല വെക്കേണ്ട കാര്യമില്ല കേട്ടോ, ഇതൊക്കെ നമ്മൾ സിമ്പിൾ ക്ലിക്കിലാക്കി വെച്ചിട്ടുണ്ട്. ബട്ട് എനിവേ നിങ്ങളാണെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതിനെപ്പറ്റി ഡീറ്റെയിൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ബിഗിനേഴ്സ് പലർക്കും ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കാണില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഓപ്ഷൻ സീരീസ് ഒക്കെ കണ്ട് ഇത് എന്താണ് ഞാൻ പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ട്രേഡ് ചെയ്യാൻ തുടങ്ങാം. ഒരു പ്രശ്നവും ഒരു പരിഹാരവും ഉണ്ട്. പ്രശ്നം ടൈം ഡേക്കാണ്. ആ ടൈം ഡേക്ക് മാക്സിമം കുറയ്ക്കുക. പരിഹാരം നല്ല മൊമെന്റം ഉള്ള മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാന്നുള്ളത്. സോ നല്ല മൊമെന്റം ഉള്ള മാർക്കറ്റിൽ കണ്ടുപിടിച്ച് മൊമെന്റം ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യുന്ന ഒരു സെറ്റപ്പ്, അതാണ് നമ്മൾ പുതിയത് ഉണ്ടാക്കിയിട്ടുള്ള ബ്ലൈൻഡ് സ്ട്രാറ്റജി നിഫ്റ്റി വേർഷൻ 2. സോ നമുക്ക് സ്ട്രാറ്റജിയിലേക്ക് പോകാം. ഇത് എന്റെ ഒരു ഡ്രോബാക്ക് ആട്ടോ, പലരും വീഡിയോയിൽ കമന്റ് ഇടും ബ്ലാ ബ്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ പറയാനുള്ള കാര്യം പറയുന്നുള്ളത്. ബട്ട് എന്റെ വീഡിയോ കാണുന്നവർക്ക് സാധാരണക്കാരാണ്, 10 പ്രാവശ്യം പറഞ്ഞിട്ട് തന്നെ മനസ്സിലാവുന്നില്ല, ഇവിടെ ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. സോ ഇത്തിരി ക്ഷമയോടെ കാണാം. എന്തായാലും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഇവിടെ വന്നിരിക്കുന്നത്. സോ വീഡിയോ ലെങ്ത് ആയി പോയാലും പഠിപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. സോ പുതിയ സ്ട്രാറ്റജി കാണുന്നതിന് മുമ്പ് പഴയ ബ്ലൈൻഡ് സ്ട്രാറ്റജി കണ്ടല്ലെങ്കിൽ മസ്റ്റ് ആയിട്ടും കാണാം. ബിക്കോസ് ഇപ്പൊ ഞാൻ ക്വിക്ലി കാര്യങ്ങൾ പറഞ്ഞു പോകും. കണ്ടീഷൻസ് ഒക്കെ സെയിം ആ. സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്ന സമയമുണ്ട്, എൻട്രി ചെയ്യുന്ന സമയമുണ്ട്, സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്ന റേഞ്ച് ഉണ്ട്, എത്ര പ്രൈസിനുള്ള പ്രീമിയം ഉള്ള സ്ട്രൈക്കാണ് എടുക്കേണ്ടത്, ഇതൊക്കെ ഈ കണ്ടീഷൻ സെയിം ആണ്. അതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ കൂടുതൽ പറയാൻ നിൽക്കുന്നില്ല. പഴയ ബ്ലൈൻഡ് സ്ട്രാറ്റജിയുടെ കുറച്ച് കാര്യങ്ങളിൽ മാത്രം മാറ്റം വരുത്തുന്നുള്ളൂ. സോ അത് മസ്റ്റ് ആയിട്ടും കണ്ടിട്ട് വരാം. നിങ്ങൾക്കറിയാം ബ്ലൈൻഡ് സ്ട്രാറ്റജി എടുക്കുമ്പോൾ ഫസ്റ്റ് ചോദ്യം ഇതാണ്, സ്ട്രൈക്ക് സെലക്ഷൻ സമയം. പഴയ ബ്ലൈൻഡ് സ്ട്രാറ്റജിയിൽ എപ്പോഴാണ് നമ്മൾ സെലക്ട് ചെയ്തത്? എനിക്ക് തോന്നുന്നു 9:25 മുതൽ 9:30 വരെയുള്ള സമയമാണ് സ്ട്രൈക്ക് സെലക്ഷൻ ചെയ്തത്. ഇവിടെ അങ്ങനെയല്ല, മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തൊട്ട് 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തൊട്ട് 9:20 സമയം, ഈ സമയത്തിനുള്ളിൽ ആണ് സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നത്. ഏത് സ്ട്രൈക്കിലാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് 9:15 9:20 മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തൊട്ട്. ഇതിന് മറ്റൊരു കാര്യമുണ്ട് കേട്ടോ. ശരിക്കും ഇതൊക്കെ ഓയിച്ചോയിൽ എന്ന് പറഞ്ഞ സ്ട്രാറ്റജിയാണ്. നമ്മൾ പഴയ പഠിച്ച ബ്ലൈൻഡ് സ്ട്രാറ്റജിയും ഇന്ന് പറയാൻ പോകുന്ന ഒക്കെ ഓയിച്ചോയിലാണ്. സോ ഇന്ന് പറയാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. നിഫ്റ്റിയിൽ 5 മിനിറ്റ് ക്യാൻഡിലിന്റെ ബ്രേക്ക്ഔട്ട്, അതാണ് ഇന്നത്തെ സ്ട്രാറ്റജി. നിഫ്റ്റി ഓപ്പൺ ചെയ്ത് 5 മിനിറ്റ് ഉണ്ടാക്കുന്ന പ്രൈസിന്റെ ഹൈയും ലോയും ബ്രേക്ക് ചെയ്യുമ്പോൾ എൻ്റർ ചെയ്യുക. അപ്പോൾ 5 മിനിറ്റ്സിലെ ഓയിച്ചോയിലാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ബ്ലൈൻഡ് സ്ട്രാറ്റജി 15 മിനിറ്റ് ഓയിച്ചോയിലാണ്. നിഫ്റ്റി 15 മിനിറ്റിന്റെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുമ്പോഴാണ്. സോ ബ്ലൈൻഡ് സ്ട്രാറ്റജി എന്നൊക്കെ പേരിട്ടാലും ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് ഓപ്പൺ ഹൈ ഓപ്പൺ ലോ നമ്മൾ ചെയ്തിട്ടുള്ള ഓയിച്ചോയിൽ സ്ട്രാറ്റജിയാണ്. എല്ലാ ദിവസവും ട്രേഡ് എടുക്കുന്നതാണ്. സി എന്താണ് ഓയിച്ചോയിൽ എന്നൊന്നും പറയാൻ നിൽക്കുന്നില്ല, നിങ്ങൾ അതിനൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഐ ബട്ടണിൽ കൊടുക്കാൻ കണ്ടിട്ട് വരാം. സോ 9:15 20 ഇടയിൽ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നു. ഏത് സ്ട്രൈക്ക്? പ്രീമിയം. ഒരു 40 50 റുപ്പീസിനും ഇടയിലുള്ള പ്രീമിയം സെലക്ട് ചെയ്യുന്നു. പഴയ ബ്ലൈൻഡ് സ്ട്രാറ്റജി എത്രയാണ് നമ്മൾ എടുത്തിരുന്നത്? 70 80 70 80 അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു 50 70 ഇടയിലുള്ള പ്രീമിയം ആയിരുന്നു. ഇവിടെ നമ്മൾ പ്രീമിയം കുറച്ചു, 40 50 രൂപയ്ക്കും ഇടയിൽ. ഈ 40 എന്നുള്ളത് വേണമെങ്കിൽ ഒരു 30 ആക്കോട്ടോ, അതും പ്രശ്നമില്ല. 40 ഓർ 30 അത് പറയാൻ കാരണം ചിലപ്പോൾ 40 50 10 പോയിന്റ് റേഞ്ച് അല്ലേ ഉള്ളൂ. അതിനുള്ളിൽ ചില ദിവസങ്ങളിൽ സ്ട്രൈക്ക് ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങൾ അടുപ്പിച്ച് 2-3 ദിവസം ട്രേഡ് ചെയ്യുമ്പം ഈ പറഞ്ഞ സമയത്ത് 9:15 തൊട്ട് 9:20 വരെ 40 50 ഇടയിലുള്ള പ്രീമിയം ഉള്ള സ്ട്രൈക്കുകൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 30 ആയിക്കോ, 30 to 9. സോ അങ്ങനെ പറയാം. നമുക്ക് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് 5 മിനിറ്റിനുള്ളിൽ നിഫ്റ്റി ആയിട്ട് നമ്മൾ പറയുന്നത് ബാങ്ക് നിഫ്റ്റി ചെയ്തിട്ടില്ല. ബാങ്ക് നിഫ്റ്റി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ലോ വിക്സിൽ എടുക്കാൻ പറ്റിയ ബാങ്ക് നിഫ്റ്റി ബ്ലൈൻഡ് സ്ട്രാറ്റജിനെ ഒന്നുകൂടി കസ്റ്റമൈസ് ചെയ്യേണ്ടതുണ്ട്. സോ ഇപ്പൊ നിഫ്റ്റിയുടെ കാര്യം മാത്രം കൊടുക്കാം. സോ നിഫ്റ്റിയിൽ 9:15 9:20 ഇടയിൽ 30 50 ഇടയിലുള്ള പ്രീമിയം സെലക്ട് ചെയ്യാം. കോളാണോ പുട്ടാണോ? രണ്ടും. കോളും പുട്ടും സെലക്ട് ചെയ്ത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാം. ഇത് മാനുവലി ട്രേഡ് ചെയ്യുന്ന നോക്കി വേണ്ടി ഞാൻ പറയുന്നത്. ഓട്ടോമാറ്റിക് ചെയ്യുന്നവൻ ഇതൊന്നും പറയണ്ട കേട്ടോ. ജസ്റ്റ് 3-4 കോളങ്ങൾ ഫില്ല് ചെയ്ത് ഒരു ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. സോ മാനുവലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ് പറയുന്നത്. സോ ഈ ഡേറ്റ എവിടെ നിന്ന് കിട്ടും? വെരി സിമ്പിൾ, നേരെ ഓപ്ഷൻ ചെയിനിൽ പോയാൽ മതി. ഇനി ഓപ്ഷൻ ചെയിൻ എങ്ങനെ എടുക്കണമെന്ന് അറിയില്ലേ? അപ്പൊ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ പഴയ വീഡിയോസ് കാണാം. നമ്മൾ തന്നെ ഓപ്ഷൻ പഠിക്കുന്ന F&O സീരീസിലെ പഴയ വീഡിയോസ് കാണാം. നേരെ ഓപ്ഷൻ ചെയിനിലേക്ക് പോവാം. ഡിഫോൾട്ട് ആയിട്ട് നിഫ്റ്റിയുടെ കറണ്ട് വീക്ക് എക്സ്പയറി തന്നെയായിരിക്കും വരാം. അതെങ്ങനെ എടുത്ത് അതിന്റെ സെന്ററിലേക്ക് പോവാം. സെന്ററിലേക്ക് പോയിട്ട് നിങ്ങൾ നോക്കാം. ലെഫ്റ്റ് സൈഡിൽ കോളും റൈറ്റ് സൈഡിൽ പുട്ടും. കോളിൽ നോക്കി ഏതൊക്കെയാന്നുള്ളത് ഇപ്പൊ നോക്കി അറിയാം. നമുക്ക് ഒരു സ്ട്രൈക്ക് ഉണ്ട്. ഏതാണ്? നിഫ്റ്റിയുടെ 22,000 കോൾ ഓപ്ഷൻ 43 രൂപ. സോ ഇന്നിപ്പോ ട്രേഡിംഗ് ദിവസമാണെങ്കിൽ
അല്ല ട്രേഡിംഗ് ദിവസമാണ്, പക്ഷെ സമയം 12:30 രാവിലെ 9 മണിക്കുള്ള കാര്യം ഞാൻ പറയുന്നത്. 9:15 വന്നിട്ട് 9:15 9:20 ഇടയിൽ, 9:15 9:20 ഇടയിൽ, 40 50 ഇടയിലുള്ള, ഒന്നുകൂടി നോക്കിയാൽ 30 9 ആയാലും കുഴപ്പമില്ല, 50 മുകളിലേക്ക് പോകണ്ട കേട്ടോ, അത് ഞാൻ ശ്രദ്ധിക്കാം. മാക്സിമം 50 റുപ്പീസ് പ്രീമിയം വരുന്ന ഒരു സ്ട്രൈക്ക് ഏതാണ്? 22,000 കോളും ഉണ്ട്. ഇനി പുട്ട് ഏതാണുള്ളത്? പുട്ട് 2 ഉണ്ട്. 30 ആണെങ്കിൽ 37 48 പ്രീമിയമുള്ള 2 ഉണ്ട്. ദാറ്റ് മീൻസ് ഏതൊക്കെയാണ്? 21,950 പുട്ടും 21,900 പുട്ടും. സോ നിഫ്റ്റി 21,900 പുട്ട്, 21,950 പുട്ട് കോൾ സൈഡിലേക്ക് ആണെങ്കിൽ 22,200 കോള്. ഈ 3 സ്ട്രൈക്കുമാണ് എനിക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഈ 3 സ്ട്രൈക്കും ഞാൻ എന്ത് ചെയ്യണം? എന്റെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യണം. നമ്മുടെ ബ്രോക്കർ എടുക്കുക, നിലവിലുള്ള വാച്ച് ലിസ്റ്റ് ഒക്കെ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുക, ഈ ഫ്രഷ് വാച്ച് ലിസ്റ്റ് മാത്രം ആഡ് ചെയ്ത് വെക്കുക. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് 5 മിനിറ്റിലെ പണി. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് 5 മിനിറ്റ് ചെയ്യേണ്ടത് ഈ കാര്യം. 30 50 ഇടയിലുള്ള കോളും പുട്ടുമുള്ള സ്ട്രൈക്കുകളെല്ലാം വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക. സോ ഫസ്റ്റ് സെക്ഷൻ റെഡിയായേ. ഇത് കോള് സി ആൻഡ് പി രണ്ടും വേണം കേട്ടോ. കോള് മാത്രമല്ല, കോളും പുട്ടും ആഡ് ചെയ്ത് വെക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ്, നമ്മൾ ബ്ലൈൻഡ് സ്ട്രാറ്റജിയുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? നെക്സ്റ്റ് എൻട്രി ചെയ്യുക. എൻട്രി ടൈം എപ്പോഴായിരുന്നു? പഴയ സ്ട്രാറ്റജിയിൽ എപ്പോഴായിരുന്നു? 9:25 30 സെലക്ട് ചെയ്യുന്നു, 35 എൻട്രി ചെയ്യുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. 20 കഴിഞ്ഞ് നെക്സ്റ്റ് മിനിറ്റ് തന്നെ 9:21 തന്നെ നമുക്ക് എൻട്രി ചെയ്യാം. 9:21 AM ആണ് എൻട്രി ടൈം. ഇനി എൻട്രി ക്രൈറ്റീരിയ, ഈ പറയുന്ന 40 50 ഇടയിലുള്ള പ്രീമിയത്തിൽ ഏത് സ്ട്രൈക്ക് ആണോ 60 റുപ്പീസിന്റെ മുകളിൽ പോകുന്നത് അപ്പൊ എൻട്രി ചെയ്യാം. മനസ്സിലായില്ല? ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 4 സ്ട്രൈക്ക്, ഇപ്പൊ നേരത്തെ പറഞ്ഞ കോളും പുട്ടുമായിട്ട് 3 സ്ട്രൈക്ക് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഈ 3 സ്ട്രൈക്കിൽ ആരാണോ 9:21 ശേഷം 60 റുപ്പീസ് ബ്രേക്ക് ചെയ്യുന്നത്, അത് ചിലപ്പോൾ 9:21 നടക്കാം, ചിലപ്പോൾ 25 നടക്കാം, ചിലപ്പോൾ നടക്കുന്നത് 9:30 ചിലപ്പോൾ ഇവൻ 11 മണിക്കായിരിക്കും നടക്കാം. അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. 60 രൂപയ്ക്ക് മുകളിൽ പോയോ, 60 റുപ്പീസ് ടച്ച് ചെയ്തോ, അല്ലെങ്കിൽ 60 ബ്രേക്ക് ചെയ്തോ എന്നുള്ളത് മാത്രമാണ് ചോദ്യമുള്ളൂ. സോ 9:21 ശേഷം എപ്പോഴാണോ ഈ സെലക്ടഡ് സ്ട്രൈക്കുകളിൽ ഏത് സ്ട്രൈക്ക് ആണോ 60 രൂപയ്ക്ക് മുകളിൽ പോകുന്നത്, ദാറ്റ് മീൻസ് 50 രൂപയുടെ പ്രീമിയം 10 രൂപ കൂടി 60ലേക്ക് എത്തുന്നത്, അപ്പോൾ എൻട്രി ചെയ്യാം. അതാണ് എൻട്രി ക്രൈറ്റീരിയ. ക്ലിയർ ആയല്ലോ? അത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. പഴയ വീഡിയോ കണ്ടിട്ടുള്ളതൊക്കെ ആണെങ്കിൽ വളരെ ഈസിയാണ്. അത് കാണാത്തവർക്ക് മനസ്സിലാക്കാൻ പറ്റും. വെരി സിമ്പിൾ ക്രൈറ്റീരിയ ആണ്. സോ ഇതാണ് സെക്കൻഡ് കണ്ടീഷൻ. എങ്ങനെ എൻട്രി ചെയ്യാം, എപ്പോൾ എൻട്രി ചെയ്യാം. ഇനി തേർഡ് എഴുതാൻ സമയമില്ലല്ലോ. സോ തേർഡ് നമുക്ക് ഇവിടെ എഴുതാം. തേർഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ തേർഡ് കണ്ടീഷൻ എന്തായിരിക്കും? ഓഫ് കോഴ്സ് എന്താണ് ടാർഗറ്റ്, എന്താണ് സ്റ്റോപ്പ് ലോസ്, ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉണ്ടോ? സോ ഇതിന്റെ സ്റ്റോപ്പ് ലോസ് SL ആണ് ഫസ്റ്റ് ചോദിക്കേണ്ട ചോദ്യം. SL 20 പോയിന്റ് ആണ് നിഫ്റ്റിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. SL 20 പോയിന്റ്. സോ 60 രൂപയ്ക്ക് എൻട്രി ചെയ്യുന്നു. എൻട്രി ആയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ SL വയ്ക്കുന്നു. എത്ര? 20 പോയിന്റ്. എത്ര ആയിരിക്കും അപ്പൊ SL? 40. 60ലാണല്ലോ എൻട്രി ചെയ്യുന്നത്. സോ SL 40 വെക്കുന്നു. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന SL, ഇത് ഫിക്സഡ് അല്ല കേട്ടോ, ഞാൻ സജസ്റ്റ് ചെയ്യുന്ന 20 പോയിന്റ് വെക്കാം. നിങ്ങൾക്ക് അത്രയും റിസ്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ 10 പോയിന്റോ 15 പോയിന്റോ SL മെയിൻറ്റെയിൻ ചെയ്യാൻ മതി. നെവർ മൈൻഡ്. 20 നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയത്. കാരണം 10 വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടും. സോ അറ്റ്ലീസ്റ്റ് 15 to 20 എങ്കിലും വെക്കാൻ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നു. 20 ഫിക്സഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല, 15 വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ടാർഗറ്റ്. എത്രയാണ് ടാർഗറ്റ് വെക്കേണ്ടത്? എത്രയാണ്? നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്. ഓപ്ഷൻ ബയർ താളം തെറ്റിക്കുന്ന 3 ഡിസിപ്ലിനിലൊരു ഡിസിപ്ലിൻ എന്താണ്? 1:1 മതിയോ? പോരാ, 1:1.5 എങ്കിലും വേണം. പക്ഷെ ഇവിടെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് 1:2 റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യാം. 20 പോയിന്റ് ആണ് SL എങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് 40 പോയിന്റ്. സോ മിനിമം 1:2, ഇത്രയും വേണം ഞാൻ പറയില്ല. നിങ്ങൾക്ക് 1:1.5 മതിയെങ്കിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ്. നിങ്ങൾ നിങ്ങളുടേതായ കണ്ടീഷൻസിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. സോ 20 പോയിന്റ് സ്റ്റോപ്പ് ലോസ്, 40 പോയിന്റ് ടാർഗറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, TSL ഉണ്ടോ? ട്രെയിലിംഗ് SL ഉണ്ടോ? വേണം നമ്മൾ ഉറപ്പൊന്നും പറയില്ല. ട്രെയിലിംഗ് SL ഇല്ലെങ്കിലും സംഭവം വർക്ക് ചെയ്യും. ട്രെയിൽ SL വെച്ചേക്കാം. ട്രെയിൽ SL ഞാൻ വെക്കാൻ പോകുന്നത് 1:1 ട്രെയിൽ SL ആണ്. ഓരോ പോയിന്റ് മുന്നോട്ട് പോകുമ്പോഴും ഓരോ പോയിന്റ് SL മൂവ് ചെയ്യാം. ഒരു പോയിന്റ് പ്രീമിയം മൂവ്മെന്റിന് ഒരു പോയിന്റ് SL മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പൊ എങ്ങനെയായിരിക്കും? 60 എന്നുള്ളത് 61 ആയി. സ്ട്രൈക്ക് എൻട്രി 61 ആയി. അപ്പൊ നമ്മൾ SL കീപ്പ് ചെയ്തിരിക്കുന്ന 40 എന്നുള്ളത് എത്രയാവും? 41 ആവും. ഇത് 62 ആവുമ്പോൾ SL 42 ആവും. 63 ആകുമ്പോൾ 43. അങ്ങനെ ഓരോ പോയിന്റ് മുന്നോട്ട് പോകുമ്പോഴും SL മുന്നോട്ട് കൊണ്ടുപോവാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 20 പോയിന്റ് മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ 60ന്ന് എൻട്രി ചെയ്തിട്ട് 80 ആയി. അപ്പൊ നമ്മുടെ SL എത്രയായി? SL 60ലേക്ക് വന്നു. ദാറ്റ് മീൻസ് നമ്മുടെ കോസ്റ്റ് മിറ്റായി. ദാറ്റ് മീൻസ് ഇനി താഴെ വന്നാലും നമ്മൾ 0യിലാണ് എൻഡ് ചെയ്യുള്ളൂ, ലോസിലേക്ക് പോകില്ല. സോ SL നമ്മളിവിടെ ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുക. എന്നാൽ പഴയ ബ്ലൈൻഡ് സ്ട്രാറ്റജിയിൽ അങ്ങനെയായിരുന്നില്ല. പഴയ ബ്ലൈൻഡ് സ്ട്രാറ്റജിയിൽ ഓരോ 10 പോയിന്റ് മൂവ്മെന്റിനും നിഫ്റ്റി ഓരോ 10 പോയിന്റ് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ SL കൂടുള്ളൂ. അല്ലാണ്ട് ഓരോ പോയിന്റും കൂടുമ്പോൾ SL കൂട്ടാറില്ല. പക്ഷെ ഈ പുതിയ കണ്ടീഷനിൽ, കാരണം ലോ വിക്സ് കണ്ടീഷനാണ് കറന്റ് മാർക്കറ്റിലുള്ളത്, മാർക്കറ്റിന്റെ വിക്സ് 10-12 ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രീമിയം വളരെ സ്ലോയിലാണ് മൂവ് ചെയ്യുള്ളൂ. സോ 10 പോയിന്റ് ഒന്ന് മൂവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. സോ എൻട്രിന് ശേഷം മാർക്കറ്റ് ഓരോ പോയിന്റ് മുകളിലേക്ക് പോകും തോറും, മാർക്കറ്റ് അല്ല പ്രീമിയം 60 രൂപയിൽ എൻട്രി ചെയ്ത് പ്രീമിയം ഓരോ പോയിന്റ് മുകളിലേക്ക് പോകും തോറും SLും ഓരോ പോയിന്റ് കയറ്റി വരാം. ഇതാണ്
കണ്ടീഷൻസ്. സോ തേർഡ് പോയിന്റും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് സ്ട്രാറ്റജി. വളരെ സിമ്പിൾ ആണ്. എത്രയും കഥ പറയേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിൾ ആയി പറഞ്ഞാൽ 9, 15, 20 30, 50 സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നു. 9, 21 ശേഷം എപ്പോഴാണോ ഈ സ്ട്രൈക്ക് 10 പോയിന്റ് മൂവ്മെന്റ് വരുന്നത്, 10 അല്ല 60 രൂപ കൂടുതൽ പ്രീമിയം വരുന്നത്, അപ്പൊ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 20 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു. 20 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ 40 പോയിന്റ് 1:2 റിസ്ക് വാർഡ് 40 പോയിന്റ് ടാർഗറ്റ് വയ്ക്കുന്നു. ഓരോ പോയിന്റ് 60 നിന്ന് മൂവ് ചെയ്യും തോറും നമ്മുടെ SL ഓരോ പോയിന്റ് ടൈറ്റ് ചെയ്തുകൊണ്ട് വരുന്നു. ട്രയൽ SL 1:1. സിമ്പിൾ. ഇതാണ് സംഭവം. ഈ സംഭവം കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് 700% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. 5000 രൂപയ്ക്ക് ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ലോട്ട് എടുക്കുന്ന ഒരാൾക്ക് 700% മുകളിൽ റിട്ടേൺ തന്നിട്ടുണ്ട്. നമ്മൾ കീപ്പ് ചെയ്യുന്ന പൊസിഷൻ സൈസിങ് 30,000 രൂപ ടു 50,000 രൂപ കൊണ്ട് ഒരു ലോട്ട് എന്നുള്ള കണ്ടീഷൻ നോക്കിയാൽ പോലും, അത്രയും രൂപ കൊണ്ട് നോക്കിയാൽ പോലും 100% മുകളിൽ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് തന്നിട്ടുണ്ട്. അത് മാത്രമല്ല കഴിഞ്ഞ 1-2 മാസമായിട്ട് ഞാൻ എന്റെ ലൈവ് ട്രേഡ് ചെയ്യുമ്പോൾ, പേപ്പർ ട്രേഡ് അല്ല, എന്റെ ഡിമാറ്റിൽ കഴിഞ്ഞ 2 മാസമായിട്ട് 1.5 മാസമായിട്ട് ലൈവ് ട്രേഡ് ചെയ്യുമ്പോഴും ഈ റിസൾട്ട് മാച്ചിങ് ആയിട്ട് തന്നെയാണ് നമ്മുടെ റിസൾട്ടും കിട്ടിയിട്ടുള്ളത്. ഞാനിപ്പം ബാക്ക് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്കും നിങ്ങളുടേതായ രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യാം. അതല്ല, ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് വരാൻ പോകുന്ന 21 ദിവസം നിങ്ങൾ ഒരു ലോട്ട് ട്രേഡ് ചെയ്ത് നോക്ക്. മാനുവലി എടുത്താലും മതി. ഒരു ലോട്ട് ട്രേഡ് ചെയ്യും. എന്നിട്ട് അതിന്റെ റിസൾട്ട് എല്ലാ ദിവസത്തെയും P&L നോട്ട് ചെയ്ത് നോക്കി. എന്നിട്ട് അതിന്റെ റിസൾട്ട് നോക്കൂ. സ്റ്റിൽ ഞാൻ പറയുന്നു 5-10 ദിവസം കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതല്ല, നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഇയർലി റിസൾട്ട് ആണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ഒരു കൊല്ലത്തെ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരാൻ പോകുന്ന ഒരു കൊല്ലം ഒരു ദിവസം പോലും തെറ്റിക്കാതെ നിങ്ങൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ എം ഷുവർ നിങ്ങൾക്ക് നല്ലൊരു റിട്ടേണിൽ തന്നെ ഈ ബൈയിങ് സ്ട്രാറ്റജി ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും പ്രത്യേകത ഇതിന്റെ ചെറിയ ക്യാപിറ്റൽ മതി. ഒരു 30,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡെയിലി ട്രേഡ് ചെയ്യാം. സോ നിങ്ങളുടെ ട്രേഡിംഗ് ഡിസിപ്ലിനും കൂടും. എല്ലാ ദിവസവും ട്രേഡ് ചെയ്തെന്നുള്ളതായി. ഇനി നിങ്ങളൊരു മടിയനാണെങ്കിൽ, അല്ല നിങ്ങൾക്ക് സമയമില്ല ട്രേഡ് ചെയ്യാൻ, ജോലിക്കാരാണെങ്കിൽ നമ്മുടെ മൊബൈൽ ആപ്പിൽ ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇവൻ നിങ്ങളുടെ മൊബൈൽ ഓഫ് ആയാൽ പോലും സ്ട്രാറ്റജി വർക്ക് ആയിക്കോളും. നിങ്ങൾ ഒന്നും അറിയേണ്ടതില്ല. അതെങ്ങനെയാണെന്നും ഞാൻ ഡെമോ ചെയ്ത് കാണിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് തിങ് നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. സോ ഇതിനായിട്ട് നമ്മൾ നിൽക്കുന്നത് സ്റ്റോക്ക് മോക്കാണ്. നിങ്ങൾക്കറിയാം ഇത് ഒരു പെയ്ഡ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു മാസം 300-500 എങ്ങാണ്ടാണ് ബാക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫീച്ചറിന് അവർ എടുക്കുക. സ്റ്റോക്ക് മോക്കിൽ ബാക്ക് ടെസ്റ്റ് എടുക്കുന്നു. ഞാൻ ഓൾറെഡി നിഫ്റ്റി ബ്ലൈൻഡ് ന്യൂ എന്നുള്ളൊരു സേവ്ഡ് സ്ട്രാറ്റജി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി 2 ലെഗാണ് നിങ്ങൾക്ക് അറിയാം, കോളും പുട്ടും. ക്ലോസ് ടു 50 അതാണ് ഇവിടെ ക്ലോസസ്റ്റ് പ്രീമിയം എന്ന് കണ്ടു. അവിടെ 4 ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് എടുക്കുമ്പോൾ തന്നെ ATM പോയിന്റ്, ATM പെർസെന്റേജ് ഉണ്ട്, പ്രീമിയത്തിനോട് ക്ലോസ് ചെയ്യുന്നത്. അതായത് അറ്റ് ദ മണിയോട് എത്ര പെർസെന്റ് മൂവ്മെന്റ്, അല്ലെങ്കിൽ അറ്റ് ദ മണിന്ന് 100 പോയിന്റ് അപ്പുറത്ത്, അറ്റ് ദ മണിന്ന് 100 പോയിന്റ് ഇപ്പം, അങ്ങനെ ഏത് സ്ട്രൈക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്താണ്? 30-50 ഇടയിൽ. ദാറ്റ് മീൻസ് 50 അടുത്തുള്ളതിൽ ഏറ്റവും പ്രീമിയം എന്നുള്ളതാണ് നമ്മൾ ഇതിൽ എടുക്കാൻ പറ്റിയിട്ടുള്ളത്. അല്ലാതെ 30-50 സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തൽക്കാലം ഇതിനില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓപ്ഷൻ എടുക്കുന്നത്, ക്ലോസസ്റ്റ് പ്രീമിയം. 50 രൂപയോട് അടുത്തുള്ള കോളിന്റെയും പുട്ടിന്റെയും പ്രീമിയം ഒരു ലോട്ട് എടുക്കുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആൻഡ് ട്രേഡ് എന്നുള്ളതാണ്. അത് എപ്പോൾ എൻ്റർ ചെയ്യണം? അത് നമുക്ക് ഇവിടെ ഓപ്ഷൻ ചെയ്താൽ പെർസെന്റേജ് ഓഫ് ഇൻക്രീസ്, പെർസെന്റേജ് ഓഫ് ഡിക്രീസ് പോയിന്റിലും കിട്ടും. ഇത്ര പെർസെന്റ്, 50ന്റെ 10% മൂവ് ചെയ്താൽ, അല്ലെങ്കിൽ 50ന്റെ 20% എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വേണമെങ്കിൽ ഇടാം. 50ന്റെ 20% അല്ലേ 10 പോയിന്റ്. സോ 20% മൂവ്മെന്റ് എപ്പോഴാണ് വരുന്നത് എന്നുള്ള ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റിൽ മൊമെന്റം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷൻ ബയർ എപ്പോഴാണ് ട്രേഡ് ചെയ്യേണ്ടത്? മാർക്കറ്റിൽ നല്ല മൊമെന്റം ഉള്ളപ്പോൾ. അത് ഉണ്ടോന്ന് അറിയാനാണ് ഇങ്ങനെ ഒരു ഗ്യാപ്പ് വെച്ചിരിക്കുന്നത്. 50 രൂപ പ്രീമിയം ഉള്ള സാധനം അതിന് 20% പ്രീമിയം കൂടുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് എന്താ അർത്ഥം? മാർക്കറ്റിൽ ഒരു മൊമെന്റം ഉണ്ട്. സോ 20% മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ട്, പ്രീമിയം പോകുന്നുണ്ടെങ്കിൽ നല്ല മൊമെന്റം വന്നു എന്ന് മനസ്സിലാക്കാനാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നിട്ടുള്ളത്. സോ അങ്ങനെ 2 രീതിയിൽ പറയാം. പെർസെന്റേജിൽ എടുക്കുകയാണെങ്കിൽ 20%, നമ്മളിപ്പോൾ തൽക്കാലം പോയിന്റിലാണ് എടുത്തിരിക്കുന്നത്. 10 പോയിന്റ് മൂവ് ചെയ്യുക. 50 രൂപ പ്രീമിയം ഉള്ള സ്ട്രൈക്ക് സെലക്ഷൻ ചെയ്ത് അത് 10 പോയിന്റ് മുകളിലേക്ക് പോകുമ്പോൾ എൻ്റർ ചെയ്യാം. അതിന്റെ ടാർഗറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 40, സ്റ്റോപ്പ് ലോസ് നമ്മൾ പറഞ്ഞ പോലെ 20, ട്രയൽ SL 1:1 റേഷ്യോയിൽ ഓരോ 1 പോയിന്റ് ടാർഗറ്റ് മൂവ് ചെയ്യുമ്പോഴും SL 1 പോയിന്റ് വെച്ച് കയറ്റിക്കൊണ്ടുവരാം. ഇത് തന്നെ പുട്ടില് 50 രൂപ പ്രീമിയം എടുക്കുന്നു. എപ്പോഴാണോ 10 പോയിന്റ് കൂടി 60 പോയിന്റ് ആകുന്നത് അപ്പോൾ എൻ്റർ ചെയ്യുന്നു. 40 പോയിന്റ് ടാർഗറ്റ്, 20 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ചെയ്തു. സോ കോളും പുട്ടും സെലക്ട് ചെയ്തു. ഇത് വീക്കിലി എക്സ്പയറി ആണോ? മന്ത്ലി അല്ല, ഏറ്റവും അടുത്തുള്ള എക്സ്പയറി ആണ് ട്രേഡ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൻട്രി ടൈം എപ്പോഴാണ് നമ്മൾ പറഞ്ഞു? എൻട്രി ടൈം 9:21 ശേഷമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 9:21. എക്സിറ്റ് ടൈം എത്രയാണ്? മാർക്കറ്റ് തീരുമ്പോൾ 15:30 കൊടുക്കട്ടെ, 15:29, 30-29. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് 12 മണിക്ക് നിർത്താട്ടോ. പഴയ സ്ട്രാറ്റജിന് എനിക്ക് തോന്നുന്നു 1 മണി വരെയാകുന്ന സമയം, അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ പറയുന്നത് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. മാർക്കറ്റ് എപ്പോൾ വേണമെങ്കിലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാതെ മതി. അത് ഇത്ര സമയത്തിനുള്ളിൽ ആവുന്നൊന്നും ഞാൻ വാശി പിടിക്കുന്നില്ല. ദാറ്റ് മീൻസ് 9:15 സ്ട്രൈക്ക് സെലക്ട് ചെയ്തിട്ട് വൈകിട്ട് 2 മണിക്കാണോ എൻ്റർ ആവണത്? ആയിക്കോട്ടെ, നമുക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ പറയുന്നത് 50 രൂപ പ്രീമിയം ഉള്ള സ്ട്രൈക്ക് എപ്പോൾ 60 മുകളിൽ പോകുന്നോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം. സോ ഇത് എക്സിറ്റ് ടൈം 15:29 ആണ്. അതൊരു കാര്യം കൂടി ഉണ്ട്. എക്സിറ്റ് ചെയ്യാൻ ഇത് ക്യാരി ഫോർവേഡ് അല്ല, ഇൻട്രാഡേ സ്ട്രാറ്റജിയാണത്. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ 3:29 വരെ നോക്കും. 3:30 ക്ലോസ് ചെയ്യാം. വേണമെങ്കിൽ 3 എടുത്തോ, അതായാലും കുഴപ്പമില്ല. സോ ഞാനിവിടെ ഫുൾ സമയം യൂട്ടിലൈസ് ചെയ്യാണ്. 3:29 ഒരു സമയം. സോ എൻട്രി 9:21, എക്സിറ്റ് മാക്സിമം 3:30, വൈകിട്ട് 3:30. ഇനി ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക്. ആൻഡ് താഴെ ഡേറ്റ് എന്നോട്ടാ ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ കിടക്കുന്നത് നവംബർ, കഴിഞ്ഞ 2020
2021 നവംബർ തൊട്ട് ഇത് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. നവംബർ വരെയുള്ള ബാക്ക് ടെസ്റ്റ് ഡേറ്റ് ഇതാണ്. നവംബറിന് ശേഷം നമ്മൾ റിയൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ മൊത്തം നമ്മൾ ഈ ട്രേഡ് ഞാൻ റിയൽ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്തിട്ടുണ്ട്. സോ നവംബർ 2022 തൊട്ട് നവംബർ 2023 വരെയുള്ള ഡേറ്റ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ കാണാം. എസ്റ്റിമേറ്റഡ് മാർജിൻ, ഈ ട്രേഡ് എടുക്കാൻ വേണ്ടി ആവറേജ് വേണ്ട മാർജിൻ 4900, ദാറ്റ് മീൻസ് ക്ലോസ് ടു 5000 രൂപയാണ് ഇതിന് മാർജിൻ ആവശ്യമുള്ളൂ. ഒരു ലോട്ടിന് 5000 മതി എന്ന് വെച്ച് മറ്റേ ചെറുത്താന്റെ കുഴി പോയി ചാരരുത്. ചെറുത്താൻ പറയും 50,000 രൂപയ്ക്ക് 5 ലോട്ട് എടുക്കുക, 10 ലോട്ട് എടുക്കുന്നത് കേൾക്കരുത്. നിങ്ങൾ 30,000 to 50,000 വെച്ച് ഒരു ലോട്ട് എടുക്കുക. പക്ഷെ ഇവിടെ യൂസ്ഡ് ക്യാപിറ്റൽ എത്ര മതി? 5000 രൂപ മതി. ഓവറോൾ പ്രോഫിറ്റ്സ് കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് ഓവറോൾ കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് 27,327 രൂപയാണ്. ഈ 5000 രൂപ ഒരു കൊല്ലം കൊണ്ട് 27,000 രൂപ മതി. എത്ര ശതമാനം? 552% ആണ് റിട്ടേൺ ഒരു കൊല്ലം കൊണ്ട് കിട്ടിയ റിട്ടേൺ. ഇവിടെ വേറൊരു കാര്യം ചെയ്യണം. എപ്പോഴും നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ തിങ്കൾ ടു വെള്ളി 5 ദിവസവും ട്രേഡ് ചെയ്യുമ്പോൾ റിസൾട്ടാണ്. നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ദിവസങ്ങൾ അവോയ്ഡ് ചെയ്യാം. അതെന്താ അതിന് കാരണം? ഇപ്പം എല്ലാ തിങ്കളാഴ്ചയും ഈ ട്രേഡ് SL ആണ്. ഇപ്പൊ നിങ്ങൾ പഴയ ബ്ലൈൻഡ് സ്ട്രാറ്റജി ആണെങ്കിലും നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കണ്ടല്ലോ. നിങ്ങൾ എല്ലാ ദിവസവും ട്രേഡ്, അതാ പറയുന്നത് ഡേറ്റ് എഴുതി ഓരോ ദിവസത്തെ റിസൾട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത്. നല്ലൊരു ട്രേഡർ എപ്പോഴും എല്ലാ ദിവസത്തെയും അവന്റെ ലെഡ്ജർ കീപ്പ് ചെയ്യും. അങ്ങനെ ലെഡ്ജറുകൾ കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലുള്ള അനാലിസിസ് നടത്താൻ പറ്റും. ഞാൻ എടുത്ത് നോക്കുന്നു, എന്റെ ബ്ലൈൻഡ് സ്ട്രാറ്റജി നോക്കുമ്പോൾ ഷുവറാ എല്ലാ തിങ്കളാഴ്ച SL ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? തിങ്കളാഴ്ച ചെയ്യേണ്ടെന്ന് നോക്കണം. അതാണ് ഒരു ബെസ്റ്റ് ട്രേഡർ. ഇത്തിരി സമയം സ്പെൻഡ് ചെയ്യണം അവന്റെ പ്രശ്നം. ഇപ്പൊ ഞാൻ തന്നെ ബ്ലൈൻഡ് സ്ട്രാറ്റജി SL കൂടിയപ്പോ എന്ത് ചെയ്തു? ഞാൻ അതിനെ ഓവർകം ചെയ്യാനുള്ള പണികൾ നോക്കിക്കൊണ്ടിരുന്നു. ലോ വിക്സിൽ ആണ് പ്രശ്നം. ഈ ലോ വിക്സിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഒത്തിരി തപ്പിയപ്പോഴാണ് ഇങ്ങനെ ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയത്. ഇതൊക്കെ ചെയ്യാണ്ടിരിക്കാം. അപ്പൊ എന്ത് പറ്റും? നമുക്ക് ലാഭം അത്രയും കൂടുതലുണ്ടാവില്ല. ഇങ്ങനെ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ സ്ട്രാറ്റജീനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അതിനെ ബെറ്റർ ചെയ്യാനുള്ള കാര്യങ്ങൾ തപ്പിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു നല്ലൊരു ട്രേഡിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്യാൻ പറ്റും. സോ ഞാൻ പറഞ്ഞതാണ്, ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസം അവോയ്ഡ് ചെയ്താൽ ഈ പ്രോഫിറ്റ് കൂടണ്ടോ നോക്കാം. ഇപ്പൊ മൺഡേ ഞങ്ങൾ അവോയ്ഡ് ചെയ്തു. ആഹാ, ആ പറഞ്ഞതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം ട്രേഡ് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചപ്പം എന്റെ റിട്ടേൺ നോക്കിയേ 36,000 രൂപയായി, 735%. മൺഡേ ട്രേഡ് ചെയ്യുമ്പോൾ 500 ഉള്ളൂ. മൺഡേ മാത്രം അവോയ്ഡ് ചെയ്തപ്പോൾ തന്നെ 200% റിട്ടേൺ കൂടി. 5,000 രൂപ കൊണ്ട് മൺഡേ ഉൾപ്പെടെ ട്രേഡ് ചെയ്തപ്പോൾ 27,000 കിട്ടിയുള്ളൂ. മൺഡേ ട്രേഡ് ചെയ്യാണ്ടിരുന്നപ്പോൾ 36,000 രൂപയായി, 10,000 രൂപ കൂടുതൽ കിട്ടി. എന്ത് റിമാർക്സ് ആണെന്ന് നോക്കിയേ. അപ്പൊ ഓഫ് കോഴ്സ് ഞാൻ തീരുമാനിച്ചു ഈ സ്ട്രാറ്റജി എന്ത് ചെയ്യുന്നില്ല, തിങ്കളാഴ്ചകളിൽ ട്രേഡ് ചെയ്യുന്നില്ല. അതിന്റെ കാരണം എന്തായിരിക്കും? നിഫ്റ്റിയുടെ എക്സ്പയറി എന്നാ? വ്യാഴാഴ്ച. അപ്പൊ തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രീമിയം ഉള്ള ദിവസമായിരിക്കും. കറക്റ്റ്. പ്രീമിയം കൂടിയാൽ അതിന്റെ അർത്ഥം എന്താണ്? DKയും കൂടുതലായിരിക്കും, ടൈം DK കൂടുതലായിരിക്കും. എക്സ്പയറിക്ക് 4 ദിവസം ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ഹൈ പ്രീമിയം ഉണ്ട്. ഒരു ചെറിയ സ്വിംഗ് ഹൈ ലോ ഉണ്ടാക്കിയാൽ പോലും നമ്മുടെ SL പെട്ടെന്ന് ഹിറ്റ് ചെയ്യും. അപ്പം ഏറ്റവും ടൈം DK കുറയും തോറും നമ്മുടെ ആ ഒരു പ്രശ്നം തീരും. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. ഓപ്ഷൻ ബയ്യറുടെ പ്രശ്നം ടൈം DK ആണ്, DK ആണ് ബയ്യറെ കൊണ്ടുപോയി നശിപ്പിക്കുന്നത്. സോ ടൈം DK ഏറ്റവും കൂടുതൽ എപ്പോഴായിരിക്കും? തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിരിക്കും. ചൊവ്വയും കൂടി അവോയ്ഡ് ചെയ്ത് നോക്കാം. ചൊവ്വയും കൂടി അവോയ്ഡ് ചെയ്തപ്പോൾ 819%. പറഞ്ഞത് ശരിയായേ? സോ തിങ്കൾ ചൊവ്വയും കൂടി ട്രേഡ് ചെയ്യാണ്ടിരുന്നപ്പോൾ എന്റെ പ്രോഫിറ്റ് നോക്കൂ, 40,500 രൂപ. സോ തിങ്കളും എല്ലാ ദിവസവും ട്രേഡ് ചെയ്യാന്നുള്ള സിസ്റ്റം ഉപയോഗിച്ചാൽ ആക്ച്വലി എന്റെ പ്രോഫിറ്റ് കുറയുകയാണ്. ഈ പെർട്ടിക്കുലർ സ്ട്രാറ്റജി തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്. പിന്നെ ഇനി ആകെ 3 ദിവസം ഉള്ളൂ. അത് ഞാൻ അവോയ്ഡ് ചെയ്യാൻ ഒരിക്കലും പറയില്ല. വേണമെങ്കിൽ വ്യാഴാഴ്ച എക്സ്പയർ എന്തായാലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ബുധനാഴ്ച 50% പ്രീമിയം ഉണ്ടാവുള്ളൂ, അവോയ്ഡ് ചെയ്യേണ്ട. ഫ്രൈഡേ അവോയ്ഡ് ചെയ്ത് നോക്കാം, കാര്യമില്ല, റിസൾട്ട് കുറയണുള്ളൂ. സോ കിടന്നോട്ടെ. സോ 5 ദിവസത്തിൽ തിങ്കളും ചൊവ്വയും ഈ സ്ട്രാറ്റജി എടുക്കാതിരിക്കാം എന്നുള്ളൊരു സാധനമാണ് പറഞ്ഞിരുന്നത്. നിങ്ങളുടെ കയ്യിലാണ്. എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുന്ന നിർബന്ധമുള്ളവർക്ക് എടുക്കാം, വലിയ പ്രശ്നങ്ങൾ വരില്ല. ഇത് ബാക്ക് ടെസ്റ്റഡ് ഡേറ്റയാണ്, കഴിഞ്ഞ ഒരു കൊല്ലത്തെ ഡേറ്റയാണ്. മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പം എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞാൽ നിങ്ങളുടെ തന്നെ അക്കൗണ്ടിൽ നിങ്ങൾ ട്രേഡ് ചെയ്ത് നോക്കുക. ഇനി വരുന്ന തിങ്കളാഴ്ചകളിൽ ലാഭമാണോ നഷ്ടമാണോ തരുന്നതെന്ന് നോക്കുക. ലാഭമാണ് തരുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ട്രേഡ് ചെയ്യാം. സോ ഇതൊക്കെ നിങ്ങളുടെ കയ്യിലാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുന്നു മാത്രം. സോ ഈ സ്ട്രാറ്റജി മൺഡേയും ട്യൂസ്ഡേയും ഉള്ളപ്പോ 5 ദിവസവും ട്രേഡ് ചെയ്താൽ 500% റിട്ടേൺ ഉള്ളൂ. അതിൽ തന്നെ തിങ്കളും ചൊവ്വയും അങ്ങോട്ട് ഒഴിവാക്കി ഹൈ പ്രീമിയം ഉള്ള ദിവസങ്ങൾ, എക്സ്പയറിക്ക് ഒത്തിരി ദൂരമുള്ള ദിവസങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 800% റിട്ടേൺ, 800%. നിങ്ങളുടെ 5,000 രൂപ ഒരു കൊല്ലം കൊണ്ട് 40,000 രൂപയാവുന്നൊരു സിനാരിയോ. പക്ഷെ ഈ ഒരു ഹൈപ്പിൽ പറഞ്ഞ് നിങ്ങളെ ഞാൻ കുഴിക്കൊണ്ടേ ചാടിക്കല്ല, ഇങ്ങനെ ചെയ്യരുത്. 30,000 രൂപ മുതൽ 50,000 രൂപ വരെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ലോട്ട് ബൈ ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് റിട്ടേൺ കിട്ടും? നിങ്ങളൊന്ന് പ്രതീക്ഷിച്ച് നോക്കിയേ. 5,000 രൂപ കൊണ്ട് ഒരു ലോട്ട്, അപ്പം 30,000 രൂപയ്ക്ക് എത്ര ലോട്ട് എടുക്കാം? 6 ലോട്ട് എടുക്കാം. സോ ഈ കിട്ടുന്ന റിട്ടേണിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? സോ 819% ഡിവൈഡഡ് ബൈ 6. എന്തുകൊണ്ടാണ് 6 കൊണ്ട് ഡിവൈഡ് ചെയ്തത് മനസ്സിലായില്ലേ? ഇത് ഒരു ലോട്ട് 5,000 വെച്ചിട്ടുള്ള ഡേറ്റയാണ്. നമുക്ക് 30,000 നമ്മൾ 5,000 എടുക്കാം. സോ 30,000 ഡിവൈഡഡ് ബൈ 5,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6×5 30, 6 ടൈംസ് ആണ്. സോ ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ
ഈ റിട്ടേണിനെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 136% റിട്ടേൺ പോരെ. 136% പോരെ. പക്ഷെ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ഉണ്ട്, 1 ലക്ഷം രൂപയുടെ 136% റിട്ടേൺ എന്ന് പറഞ്ഞാൽ എത്രയാ? ഒരു കൊല്ലം 1 ലക്ഷം രൂപ കൊണ്ട് ഈ ഓപ്ഷൻ ബൈ ചെയ്ത് കഴിഞ്ഞാൽ 1,36,000 രൂപ പ്രോഫിറ്റ് കിട്ടും. നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ 1 ലക്ഷം എന്നുള്ള ക്യാപിറ്റൽ 2,36,000 ആയി ഉണ്ടാവുന്നതാണ് ഈ ബാക്ക് ടെസ്റ്റഡ് ഡേറ്റ പറഞ്ഞിരുന്നത്. നോട്ട് ദ പോയിന്റ്, ബാക്ക് ടെസ്റ്റഡ് ഡേറ്റ. ഗോയിങ് ഫോർവേഡ്, മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണം ഡിപ്പെൻഡ് ഓൺ മാർക്കറ്റ്. കഴിഞ്ഞ കൊല്ലം മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്തു പോലെയല്ല ഈ കൊല്ലം മാർക്കറ്റ് ബിഹേവ് ചെയ്യാൻ പോകുന്നത്. ബട്ട് സ്റ്റിൽ നമുക്ക് വേറെ വഴിയില്ല, ബാക്ക് ടെസ്റ്റ് ചെയ്യുക. അടുത്തൊരു മാസം നമ്മളുടെ കയ്യിലുള്ള പൈസ കൊണ്ടോ പേപ്പർ ടോഡോ ചെയ്യാന്നുള്ള ഒരു വഴി മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളൂ. സ്റ്റിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇതൊരു അട്രാക്റ്റീവ് റിട്ടേൺ അല്ലാന്ന് തോന്നുന്നുണ്ടോ? ഭീകരമായ റിട്ടേൺ ആണ്. ഒരു ഓപ്ഷൻ സെല്ലർ ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്റെ മേജർ പോർട്ട്ഫോളിയോ സ്റ്റോക്കിലും ആ സ്റ്റോക്ക് പ്ലഗ് ചെയ്ത ഓപ്ഷൻ സെല്ലിംഗ് ആണ് നമ്മൾ ചെയ്യാറ്. അങ്ങനെയാണല്ലോ പറ്റുള്ളൂ. സ്റ്റോക്ക് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ ബൈങ് ചെയ്യാൻ പറ്റില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് സെല് ചെയ്യുന്നത്. ഓപ്ഷൻ ബൈങ് പറ്റുമെങ്കിൽ ഞാൻ ബൈങ്ങും ചെയ്തേനെ. നമ്മളുടെ ഏറ്റവും വലിയ പോർട്ട്ഫോളിയോ ഉള്ള സ്റ്റോക്കിലാണ്. സ്റ്റോക്കൊക്കെ എനിക്ക് ആവറേജ് 20% റിട്ടേൺ ആണ് തരാറുള്ളൂ. അത് പ്ലഗ് ചെയ്ത് ഞാൻ ഓപ്ഷൻ സെല്ലിംഗ് ചെയ്യാറുണ്ട്. ഈ ഓപ്ഷൻ സെല്ലിംഗ് ആവറേജ് 30-40%, ഏറ്റവും മാക്സിമം 40, 25, 30, 40 ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് കഴിഞ്ഞ കൊല്ലങ്ങളിൽ നമ്മുടെ ഓപ്ഷൻ സെല്ലിംഗ് പോർട്ട്ഫോളിയോ റിട്ടേൺ തരാറുള്ളൂ. അവിടെയാണ് ഇത്ര സേഫ് ആയിട്ട് 30,000 വെച്ച് ആൽഗോ ചെയ്തിട്ടോ, മൈൻഡ് സെറ്റ് ഉള്ള അൺലിമിറ്റഡ് ലോസ് ഒന്നും ഇവിടെ വരില്ല. ആൽഗോ ഫിക്സഡ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ള സാധനം 136% റിട്ടേൺ തരുന്നത്. ഇറ്റ്സ് എ ബിഗ്, റിയലി ബിഗ് റിട്ടേൺ. സോ ഓൺ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ റിട്ടേൺ നോക്കിയാൽ 800%. നിങ്ങൾ 30,000 രൂപ കൊണ്ട് ഒരു ലോട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ 136% ഒരു കൊല്ലം കൊണ്ട് റിട്ടേൺ. എല്ലാ ദിവസവും പ്രോഫിറ്റിലാവണമെന്ന് വാശിയുള്ളവന് ഇത് പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ അതേ രീതി തന്നെ നിങ്ങൾക്ക് ലാഭവും ഉണ്ടാവാം നഷ്ടവും ഉണ്ടാവാം. ഒരു കൊല്ലത്തെ 365 ട്രേഡിംഗ് ദിവസത്തിൽ 150 ദിവസം ചിലപ്പോൾ SL ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ SL എത്രയാണ്? 20 പോയിന്റ്. ബാക്കി 150 ദിവസം ലാഭമായിരിക്കും. ടാർഗറ്റ് എത്രയാണ്? 40 പോയിന്റ് വിത്ത് ട്രയൽ SL ഉണ്ട്. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും. 40 പോയിന്റ് എന്നുള്ള ഫിക്സഡ് SL അല്ല, 50, 60, 70 പോയിന്റ് നല്ല മൂവ്മെന്റ് ഉള്ള മാർക്കറ്റിൽ ഈ പറയുന്ന മൂവ്മെന്റ് അങ്ങനെ തന്നെ ക്യാപ്ചർ ചെയ്യാം. നിങ്ങൾക്കറിയാം ഹീറോ വ്യാഴാഴ്ചകളിൽ 40 രൂപയുള്ള പ്രീമിയം ലാസ്റ്റ് മൂവ്മെന്റ് ഒക്കെ 120ലേക്കും 200ലേക്കും പോകണമെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതാണ് ഹീറോ. ആ മൂവ്മെന്റുകൾ ചിലപ്പോൾ ഇതിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ പ്രോഫിറ്റിന് ലിമിറ്റ് ഇല്ല, ലോസ് ഫിക്സ് ചെയ്ത് ലിമിറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു എന്താ പറയാ സിസ്റ്റം തന്നെയാണ്. സോ ഒരു അടിപൊളി ബാക്ക് ടെസ്റ്റ് റിസൾട്ട് തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ദെൻ ആവറേജ് ഡേ പ്രോഫിറ്റ് 245 ആവറേജ് പ്രോഫിറ്റ്, മാക്സിമം പ്രോഫിറ്റ് കണ്ടില്ലേ 2,500 രൂപ മാക്സിമം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. മാക്സിമം ലോസ് 1,800 ഉള്ളൂ. ഇതാണ് ഏറ്റവും പ്രത്യേകത. കഴിഞ്ഞ ഒരു കൊല്ലം ചെയ്തതിൽ ഏറ്റവും വലിയ ലോസ് 1,800, ഏറ്റവും വലിയ പ്രോഫിറ്റ് 2,500 വിൻ ഡേയ്സ് 52%. ശ്രദ്ധിക്കുക, 70-80% വിന്നിംഗ് ഡേയ്സ് ഉണ്ടെന്ന് ഇവർ പറയണ്ടോ? ഇല്ല. വരാൻ പോകുന്ന എടുക്കുന്ന ട്രേഡിംഗ് ദിവസത്തിൽ 52% ദിവസങ്ങൾ മാത്രമേ വിൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി 48% ദിവസങ്ങൾ ഫെയിലിയർ ആയിരുന്നു. സ്റ്റിൽ നമുക്ക് എത്ര ശതമാനം കിട്ടി? 800% റിട്ടേൺ കിട്ടി. അവിടെയാണ് നിങ്ങളുടെ ഡിസിപ്ലിൻ. നിങ്ങൾ പ്രോപ്പർ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്തു, നിങ്ങൾ കൃത്യസമയത്ത് SL ബുക്ക് ചെയ്തു, നിങ്ങൾ കൃത്യമായി പൊസിഷൻ സൈസിങ് ക്വാണ്ടിറ്റി 30,000 വെച്ച് ഒരു ലോട്ട് എടുത്തോളൂ. അതുകൊണ്ടാണ് ഇത്രയും ബെറ്റർ റിസൾട്ട് ഇതിനെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. ദെൻ കുറേ കാര്യങ്ങൾ ആവറേജ് പ്രോഫിറ്റ് വിന്നിംഗ് ഡേയ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ഇതിലേക്ക് എക്സ്പെക്ടൻസി 33%, 0.33%, മാക്സിമം വിന്നിംഗ് സ്ട്രീക്ക് 6 ദിവസം അടുപ്പിച്ച് 4 ദിവസം അടുപ്പിച്ച് ലോസ്. ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. എനിക്ക് ഈ റിസൾട്ട് മാത്രം മതി. ലാഭം ഉണ്ടാവണമെങ്കിൽ എത്ര, നഷ്ടം എത്ര, ആവറേജ് എത്ര റിട്ടേൺ കിട്ടിയിട്ടുണ്ട്, അതിനെയും ഞാൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മളുടെ പൊസിഷൻ സൈസിങ്ങിന് എത്ര ശതമാനം റിട്ടേൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. നമ്മുടെ പൊസിഷൻ സൈസിങ്ങിന് 136% റിട്ടേൺ ആണ് കഴിഞ്ഞ കൊല്ലം ഇത് ജനറേറ്റ് ചെയ്തത്. ദെൻ ഞാൻ കഴിഞ്ഞ ഒരു മാസം ട്രേഡ് ചെയ്തപ്പോഴും ഇതേ റിസൾട്ട് തന്നെയാണ് കിട്ടുക. 5,000 റുപ്പീസ് കൊണ്ട് കഴിഞ്ഞ മാസം എനിക്ക് 1,800 സംതിങ് നെറ്റ് പ്രോഫിറ്റ് കിട്ടി. 5,000 രൂപ കൊണ്ട് 1,800 രൂപ വേണ്ട 30,000 രൂപ കൊണ്ട് 1,800 രൂപ പ്രോഫിറ്റ് ആണ് എനിക്ക് ഡിസംബറിൽ ജനറേറ്റ് ചെയ്തത്. കഴിഞ്ഞ ഡിസംബറിൽ. ജനുവരിയിൽ ഞാൻ പറ്റുമെങ്കിൽ മുന്നോട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാം. സോ ഇതാണ് ബാക്ക് ടെസ്റ്റഡ് ആൻഡ് ലൈവ് ടെസ്റ്റഡ് ഡേറ്റ. സ്ട്രാറ്റജി വൈസ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾ അടുത്ത 20 ദിവസം ട്രേഡ് ചെയ്ത് നിങ്ങൾ തീരുമാനിക്കുക വെദർ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നുള്ളത്. സോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നൗ ഫൈനൽ ആൻഡ് ലാസ്റ്റിംഗ്, ഇത് എങ്ങനെയാണ് ആൽഗോ സെറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒറ്റ ക്ലിക്കിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം, നമ്മുടെ മൊബൈൽ ആപ്പ് വഴി എങ്ങനെ ട്രേഡ് ചെയ്യാം. ആസ് ഓഫ് നൗ നമുക്ക് ആൻഡ്രോയിഡിൽ മാത്രമാണ് മൊബൈൽ ആപ്പ് ഉള്ളൂ. ബിക്കോസ് എന്റെ പ്രശ്നം കൊണ്ടല്ല, ഞങ്ങളുടെ ടീം ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആപ്പിൾ പെർമിഷൻ തരല്ല. ഈ പറയുന്ന കുറേ ആൽഗോ ഒക്കെ ഉള്ളത് കൊണ്ടും ഓരോ ബ്രോക്കേഴ്സിന്റെ അപ്രൂവൽ വേണം. നിലവിൽ നമുക്ക് IIFL മാത്രമാണ് അപ്രൂവൽ തന്നിട്ടുള്ളൂ. സെറോദയൊക്കെ ആയിട്ട് കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ എന്ത് ചെയ്ത് അപ്രൂവ് ചെയ്യുന്നില്ല. നമുക്ക് ഇത്രയും ക്ലൈന്റ് ബേസ് ഉണ്ട്, ഇതൊക്കെ കഥ പറഞ്ഞിട്ടും അവർ അപ്രൂവ് ചെയ്യുന്നില്ല. സം റെഗുലേഷൻ നിങ്ങൾക്ക് അറിയാലോ, സെബിയുടെ ഒക്കെ ഭയങ്കര നിയമങ്ങളുണ്ട്. ബട്ട് IIFL ആണ് അപ്രൂവൽ തന്നിട്ടുള്ളൂ. ഈ സെറോദ മൊബൈൽ ആപ്പിന് തരാത്തത് കൊണ്ട് തന്നെ നമ്മളൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ വെബ് ആപ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, പറ്റുമെങ്കിൽ നിങ്ങളുടെ ഐപാഡോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന, ഐഫോണിലൊക്കെ ഉപയോഗിക്കാം. വെബ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൂടെ പെൻഡിങ് ഉള്ളൂ. സോ ഐഫോൺ യൂസേഴ്സിന് നമ്മുടെ വെബ് ആപ്പ് വഴി റിലീസ് ചെയ്യാം.
മേ ബി 1-2 മാസത്തിനുള്ളിൽ റിലീസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇഷ്യൂ കൊണ്ടല്ല കേട്ടോ, നമ്മുടെ ടീം ആബ്സൊല്യൂട്ട്ലി പെട്ടെന്ന് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഇത് ഓരോരോ ഡിപ്പാർട്ട്മെന്റിന്റെയും, ആപ്പിളിന്റെയും ഗൂഗിളിന്റെയും ഈ പറയുന്ന ബ്രോക്കേഴ്സ്, NSE, സെബി പോലുള്ള എല്ലാ ബോഡികളുടെയും അപ്രൂവൽസ് വേണ്ടതുകൊണ്ട് അതാണ് ഭയങ്കര ഡിലേ ആയി പോകുന്നത്. അവർ ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും, നമ്മൾ മറുപടി കൊടുക്കണം. നിലവിൽ IIFL വഴി നമ്മളുടെ മൊബൈൽ ആപ്പിലാണ് ഫെസിലിറ്റി ഉള്ളത്. സൂൺ നമ്മുടെ വെബ്സൈറ്റിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ക്രോമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വെബ് ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഐഫോൺ യൂസേഴ്സിന് ചെയ്യാൻ പറ്റും. ലാപ്ടോപ്പിലും നിങ്ങളുടെ സിസ്റ്റങ്ങളിലും ചെയ്യാനുള്ള ഫെസിലിറ്റി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല IIFL മാത്രമല്ല, മറ്റെല്ലാ ബ്രോക്കേഴ്സും സെറോദ, അപ്സ്റ്റോക്സ്, ഏഞ്ചൽ, ആലിസ് ബ്ലൂ, ഈ എല്ലാ ബ്രോക്കേഴ്സിനെയും നമ്മൾ പൈപ്പ് ലൈനിൽ കൊണ്ടുവരുന്നുണ്ട്. മേ ബി ഇതെല്ലാം കൂടി നമുക്ക് ഒരു സിംഗിൾ സ്ട്രെച്ചിൽ റിലീസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. 1-2 മാക്സിമം മാസത്തിനുള്ളിൽ ഈ പറയുന്ന എല്ലാ ബ്രോക്കേഴ്സും ആഡ് ചെയ്യുകയും എല്ലാ സിസ്റ്റങ്ങളിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. തൽക്കാലം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. സോ നമ്മുടെ റെഡ് ഗ്രീൻ ലൈൻ ആണ് നിങ്ങൾക്ക് അറിയാം. ഇവിടെ താഴെ നിങ്ങൾക്ക് അറിയാം ഓട്ടോ ട്രേഡ്, ഇങ്ങനെയാണ് നമ്മുടെ ഇത് എടുക്കുന്നത്. ഇവിടെ ഓട്ടോ ട്രേഡിൽ ക്ലിക്ക് ചെയ്യുന്നു, ആഡ് എ ന്യൂ സ്ക്രിപ്റ്റ് എന്നുള്ള സംഭവം ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ ബ്രോക്കറിനെ ആഡ് ചെയ്യുക. നമ്മൾ ഓൾറെഡി സ്ട്രാറ്റജി ഇന്ന് റൺ ചെയ്തിട്ടുള്ളതാണ്, ഇന്ന് ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് ഇനി ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ദെൻ ബ്ലൈൻഡ് സ്ട്രാറ്റജി എന്ന് ക്ലിക്ക് ചെയ്യുന്നു, നെക്സ്റ്റ് ചെയ്യുന്നു. ഇവിടെയാണ് നിങ്ങൾ വാല്യൂസ് കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് കിടക്കുക നമ്മുടെ പഴയ ബ്ലൈൻഡ് സ്ട്രാറ്റജിയാണ്, നിഫ്റ്റിയിലെയും ബാങ്ക് നിഫ്റ്റിയിലും ബ്ലൈൻഡ് സ്ട്രാറ്റജി. സോ ഞാൻ ഇവിടെ ബാങ്ക് നിഫ്റ്റി മാറ്റി നിഫ്റ്റി ആക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് താഴെ കാണുന്ന ക്രൈറ്റീരിയാസ് നമ്മളിപ്പോൾ നേരത്തെ പഠിപ്പിച്ചതുപോലെ എഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നെക്സ്റ്റ് അപ്ഡേഷനിൽ നിങ്ങൾക്ക് തന്നെ ഏതാണ് ഡിഫോൾട്ട് എന്ന് സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബൈ ഡിഫോൾട്ട് പഴയത് കിടക്കുക. ഇനി നിങ്ങൾക്ക് ഈ പുതിയ സ്ട്രാറ്റജിയാണ് ഡിഫോൾട്ട് വേണ്ടതെങ്കിൽ അവിടെ ഡിഫോൾട്ട് ആക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ അടുത്ത അപ്ഡേഷനിൽ, ഈ മൊബൈൽ ആപ്പിന്റെ അടുത്ത അപ്ഡേഷനിൽ കൊടുക്കാം. നമ്മളെ വെബിലൊക്കെ റിലീസ് ചെയ്യുമ്പോൾ ആ അപ്ഡേഷനോട് കൂടി തന്നെയായിരിക്കും റിലീസ് ചെയ്യുക. സോ ഓരോ കണ്ടീഷൻ നമുക്ക് എഡിറ്റ് ചെയ്യാം. യെസ്, ഫസ്റ്റ് തന്നെ നമ്മൾ സ്ട്രൈക്ക് സെലക്ഷൻ സമയം എത്രയാന്ന് പറഞ്ഞു? 9:15 എൻട്രി ടൈം പറഞ്ഞത്. എക്സിറ്റ് ടൈം 9:20. 9:15നും 20നും ഇടയിലുള്ള സ്ട്രൈക്ക് സെലക്ഷൻ സമയമാണ്. ഇനി ട്രേഡ് തുടങ്ങുന്ന സമയം നമ്മൾ എത്രയാ പറഞ്ഞത്? 9:21. 9:21 AM ആണ് ട്രേഡ് സെലക്ഷൻ സമയം. ട്രേഡ് എൻഡ് സമയം 11 കിടക്കുന്നത്, നമുക്ക് 3 കൊടുക്കാം. 3 PM ആണ് ട്രേഡ് എൻട്രി സമയം. ഇതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ, നല്ല രീതിയിലാണ് ആപ്പ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ക്വാണ്ടിറ്റി നിലവിൽ ഡിഫോൾട്ട് 50 ആണ്. നിങ്ങൾക്ക് എത്ര ലോട്ട് വേണം എന്നുള്ളത് നിങ്ങൾ ഇതുപോലെ ആഡ് ചെയ്ത് വെക്കാം. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് തുടക്കം 1 ലോട്ട് കൊണ്ട് മാത്രം ട്രേഡ് ചെയ്ത് പഠിക്കുക. എന്റെ കോൺഫിഡൻസ് വന്നാൽ മാത്രം ലോട്ട് സൈസ് കൂട്ടുക. ഈ ലോട്ട് സൈസ് കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 50,000 വെച്ചുകൊണ്ട് ലോട്ട് സൈസ് കൂട്ടാൻ നിൽക്കരുത്. 1 ലക്ഷം കീപ്പ് ചെയ്ത് 2 ലോട്ട്, 1.5 ലക്ഷം കീപ്പ് ചെയ്ത് 3 ലോട്ട്, 2 ലക്ഷം കീപ്പ് ചെയ്ത് 4 ലോട്ട്. നിങ്ങൾക്ക് ലോട്ട് കൂട്ടണമെങ്കിൽ ഫസ്റ്റ് തിങ് നിങ്ങൾ ചെയ്യേണ്ടത് ക്യാപിറ്റൽ കൂട്ടാന്നുള്ളതാണ്. സോ 50,000ന് 1 ലോട്ട് വെച്ച് മാത്രം ട്രൈ ചെയ്യുക. ഇനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റ് എത്രയാണ് നമ്മൾ പറഞ്ഞത്? അപ്പർ ലിമിറ്റ് 50, ലോവർ ലിമിറ്റ് എത്രയാണ്? 30. ദാറ്റ് മീൻസ് 30നും 50നും ഇടയിലുള്ള സ്ട്രൈക്ക് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതാണ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും. 30-50. വിക്സ് കണ്ടീഷൻ ഇത് നമ്മൾ മറ്റേതിൽ ഉൾപ്പെടുത്തിയതാണ്. ലോ വിക്സ് ആണെങ്കിൽ ട്രേഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് വിക്സ് കണ്ടീഷൻ. പഴയ സ്ട്രാറ്റജിക്ക് വേണ്ടിയാണ്. ഹൈ വിക്സ് ഉള്ള ദിവസങ്ങളിൽ മാത്രം ട്രേഡ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഗ്യാപ്പ്, ഹെവി ഗ്യാപ്പും ഗ്യാപ് ഡൗൺ ഫീച്ചർ ഓൺ ആക്കണോ അതൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. പഴയ സ്ട്രാറ്റജിക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു സാധനമാണ്. സോ ഗ്യാപ്പും അത് രണ്ടും നോ ആക്കി തന്നെ ഇട്ടേക്കാം. വിക്സ് ഫിൽറ്ററും ഗ്യാപ്പ് ഫിൽറ്ററും നോ കൊടുത്താൽ മതി. ദെൻ കോൺഫിഗർ ബൈ. ആ ബൈ എന്നുള്ള ഓപ്ഷന്റെ സെല്ലുണ്ട്, നമുക്ക് ബൈ മാത്രമേ ആവശ്യമുള്ളൂ. ബിക്കോസ് ഈ പുതിയ സ്ട്രാറ്റജി ഓൺലി ബൈയിലേക്ക് മാത്രമേ ഉള്ളൂ. പഴയ സ്ട്രാറ്റജിയിൽ ബൈയും സെല്ലും ഉണ്ട്. സോ ബൈ കോൺഫിഗർ ചെയ്യുന്നു. എൻട്രി എത്രയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? 185 ആണ് ഇവിടെ ഡിഫോൾട്ട് കിടക്കുന്നത്. നമുക്ക് കൊടുക്കേണ്ടത് എത്രയാണ്? 50 രൂപയ്ക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്ത് 60 രൂപ 10 പോയിന്റ് മൂവ്മെന്റ് ചെയ്യുമ്പോൾ എപ്പോഴാണോ സ്ട്രൈക്ക് 60 റുപ്പീസിന് മുകളിൽ പോകുന്നത് അപ്പോഴാണ് എൻട്രി ചെയ്യേണ്ടത്. ദെൻ സ്റ്റോപ്പ് ലോസ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്രയാണ്? 20 പോയിന്റ്. 20 പോയിന്റിലല്ല കൊടുക്കേണ്ടത്, എമൗണ്ടാണ് കൊടുക്കേണ്ടത്. 60 ആണെങ്കിൽ 40 ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് എത്രയാണ് പറഞ്ഞത്? 40 പോയിന്റ്. സോ 60 + 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 100 രൂപയാണ് നമ്മുടെ ടാർഗറ്റ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കുറച്ച് കൊടുക്കാം കേട്ടോ. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് തുടങ്ങേണ്ട ഒരു പോയിന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 1:1 റിസ്ക് റിവാർഡ് കിട്ടുമ്പോൾ തൊട്ട് ട്രെയിൽ ചെയ്ത് തുടങ്ങാം. ദാറ്റ് മീൻസ് 60 എന്നുള്ളത് 80, 20 പോയിന്റ് മുകളിൽ പോയി കഴിഞ്ഞാൽ SL ട്രെയിൽ ചെയ്ത് തുടങ്ങാം. സോ 80 റുപ്പീസ് ആണ് നമ്മൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നത്. അതും വേണ്ട, നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നില്ല. 100 തന്നെ ഫിക്സഡ് ടാർഗറ്റ് കൊടുക്കാം. 100 ടാർഗറ്റ് ആയി കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ലേറ്റർ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ റെഫർ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇത് 80 ആക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ 80 ആക്കുക. അല്ലെങ്കിൽ ഞാൻ 80 ആക്കേണ്ട ഒരു സിനാരിയോ ഉണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. സോ സ്റ്റോപ്പ് ലോസ് 20 പോയിന്റ്, ദാറ്റ് മീൻസ് 40, ടാർഗറ്റ് 40 പോയിന്റ്, ദാറ്റ് മീൻസ് 100. ഇത്രയും കൊടുത്ത് നെക്സ്റ്റ് കണ്ടിന്യൂ കൊടുക്കാം. അതിന്റെ ഒരു സമ്മറി ഇവിടേക്ക് വരും. IIFL ആണ്, ബ്ലൈൻഡ് സ്ട്രാറ്റജി ആണ്, നിഫ്റ്റി ആണ്, സ്ട്രൈക്ക് സെലക്ഷൻ സമയം വന്നു, എൻട്രി ടൈം വന്നു, അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് വന്നു, വിക്സും ഗ്യാപ്പ് കണ്ടീഷൻ ഓഫ് ആണ്, ബൈ ആണുള്ളൂ, എൻട്രി പ്രൈസ് 60, സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ആക്റ്റീവ് ട്രേഡ് എന്ന് കൊടുക്കും. സക്സസ്. ഇത് ഇത്രയും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ വാല്യൂസ് ഫിക്സ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അതും വേണ്ടി വരില്ല. ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്, ഈ വാല്യൂസ് ബൈ ഡിഫോൾട്ട് അവിടെ കിടക്കുന്ന രീതിയിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ടൈപ്പ് ചെയ്ത് കൊടുക്കണ്ട, ഒറ്റ ക്ലിക്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രേഡ് ചെയ്യാൻ പറ്റും. ഇത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ട്രേഡ് ചെയ്യാം. ഈ ഒരു റിസൾട്ട് കഴിഞ്ഞ കൊല്ലത്തെ പോലെ മാർക്കറ്റ് ഈ കൊല്ലവും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടും.
വെറും 5000 രൂപയാണ് ഒരു ലോട്ട് എടുക്കാൻ വേണ്ടു. ഒരു ലോട്ടിന് മിനിമം 30,000 രൂപയാണ് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ 30,000 രൂപ കൊണ്ട് ഈ സ്ട്രാറ്റജി ഇതുപോലെ ഒരു കൊല്ലം റൺ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ 30 എന്നുള്ളത് 40,000 രൂപ കൂടി ഉണ്ടാവും. ദാറ്റ് മീൻസ് 70,000 സംതിങ് ആയിട്ടുണ്ടാവും. അപ്പൊ 10 ലക്ഷമാണ് നിങ്ങളുടെ ക്യാപിറ്റൽ എങ്കിലോ 10 ലക്ഷമാണ് നിങ്ങളുടെ ക്യാപിറ്റൽ എങ്കിൽ നെക്സ്റ്റ് കൊല്ലം അത് 20 ലക്ഷത്തി സംതിങ് ആയിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് ഡബിൾ റിട്ടേൺ 136% റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു കൊല്ലം ഇത് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത കൊല്ലവും നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം, ഇങ്ങനെയാണ് കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കാം. എനിവേ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എത്രയേ ഉള്ളൂ, മാക്സിമം ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നത് 5000 ഉള്ളൂ ഒരു ലോട്ടിന്. സോ വലിയ റിസ്ക് ഇല്ലാതെ ഈസിയായി ട്രേഡ് ചെയ്യാൻ പറ്റുന്നു. ഇത് തന്നെ നിങ്ങളെ മടിയന്മാരാക്കാൻ വേണ്ടി ഇത്ര എളുപ്പത്തിൽ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഞാൻ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആകെ വേണ്ടത് ഒരു IIFL ബ്രോക്കർ മാത്രമാണ്. അല്ല നിങ്ങൾ ആൻഡ്രോയിഡ് അല്ല ഐഫോൺ ഒക്കെ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്യണമെങ്കിൽ 1-2 മാസം ക്ഷമിക്കുക. 1-2 മാസത്തിനുള്ളിൽ നമ്മുടെ വെബ്സൈറ്റിലും ഈ ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അതുവഴിയും ഇത് ഉപയോഗിക്കാൻ പറ്റും. IIFL ബ്രോക്കർ വേണമെന്നില്ല, ഏത് ബ്രോക്കർ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സെറോദ, അപ്സ്റ്റോക്സ്, ഏഞ്ചൽ, ആലിസ് ബ്ലൂ, ICICI, IIFL, ഫയേഴ്സ്, എല്ലാ പ്ലാറ്റ്ഫോംസും ഓൾമോസ്റ്റ് ഇന്റഗ്രേഷൻ ഫൈനലാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് അപ്രൂവലോട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. സോ കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയി. ഇത്തിരി സമയം കൂടുതൽ എടുത്താലും വളരെ വ്യക്തമായിട്ട് ഈ സ്ട്രാറ്റജി പഠിപ്പിക്കാനും എങ്ങനെയാണ് ഓട്ടോമേറ്റ് ചെയ്യേണ്ടതെന്ന് ഉൾപ്പെടെ പറഞ്ഞുതരാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം മാത്രം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ലാസ്റ്റ് 1 or 2 ഇയർ ബാക്ക് ടെസ്റ്റ് ചെയ്യാം. വരുന്ന 20-30 ദിവസം നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു ലോട്ട് വെച്ച് മാനുവലി ട്രേഡ് എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ യൂസേഴ്സ് ആണെങ്കിൽ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലും നെക്സ്റ്റ് വരുന്ന 20-30 ദിവസം ട്രേഡ് ചെയ്യുക. ആ ട്രേഡുകൾ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കാം. നമ്മുടെ മൊബൈൽ ആപ്പ് യൂസ് ചെയ്യുന്നെങ്കിൽ ഓൾറെഡി ഹിസ്റ്ററി ഇത് കിട്ടും, നിങ്ങൾ റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ എപ്പോഴും എന്നാലും ചെയ്തു വെച്ചോ, നിങ്ങളുടെ ഡയറി എടുത്തോ അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ഷീറ്റിലോ അത് റെക്കോർഡ് ചെയ്ത് വെക്കുക. ദെൻ തീരുമാനിക്കുക നല്ലൊരു സ്ട്രാറ്റജി ആണോ ഇത് മുന്നോട്ട് പോകണം എന്നുള്ളത്. സോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒത്തിരി വൈകിട്ടാണ് ടെക്നിക്കൽ സീരീസിൽ ഒരു വീഡിയോ വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു കൊല്ലത്തോളമായി ഈ സീരീസിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ട്. ഒത്തിരി ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പറ്റിയെന്നുള്ള സന്തോഷത്തിൽ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം നമ്മുടെ മറ്റു വീഡിയോസ് കണ്ട് നമ്മുടെ ഗ്രൂപ്പുകളെല്ലാം ജോയിൻ ചെയ്ത് നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ലാഭവും നഷ്ടവും ബുക്ക് ചെയ്യാം. ബൈ.